الحمد لله رب العالمين. حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ربنا آتنا علما نافعا رزقا طيبا ولم تقبل منك يا رب العالمين. اللهم صل على محمد وعلى آله. അൽഹംദുലില്ലാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ പുതിയ ജേണിയിലേക്ക് കാൽ വെക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ബിഇസ്നില്ലാ. റെസിൻ ആർട്ട് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു പ്രോജക്റ്റ് ആണ് ഇൻഷാ അള്ളാഹ് ബിഇസ്നില്ലാ. ഇപ്പം നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു വലിയൊരു ലൈഫ് ലോങ് ആയിട്ട് കിട്ടേണ്ടുന്ന സ്കിൽ ഡെവലപ്മെന്റ് ആണ്. അത് പേഴ്സണൽ ആയിട്ടാണെങ്കിലും അല്ല, നിങ്ങൾക്ക് പിന്നെ ബിസിനസ് ലെവലിലാണെങ്കിലും നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടാണെങ്കിലും പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരാവുന്ന ഒരു സ്കിൽ ഡെവലപ്മെന്റ് ആണ് ഇൻഷാ അള്ളാഹ് ബിഇസ്നില്ലാ. അതിനുവേണ്ടി നമുക്ക് പുതിയൊരു ടീച്ചർ വന്നിട്ടുണ്ട് ഇൻഷാ അള്ളാഹ്. നമ്മുടെ PKG ടെക്കിലേക്ക് പുതിയൊരു ഒരു ടീച്ചർ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ നമുക്ക് ടീച്ചറിന്റെ ക്ലാസ് നമുക്ക് ഇൻഷാ അള്ളാഹ് ഈ ഓറിയന്റേഷനിലൂടെ കേൾക്കാം. നിങ്ങൾക്ക് അറിയാനുള്ളതും എനിക്കും പേഴ്സണലായിട്ട് അറിയാനുള്ളതും ഒക്കെ ആയിട്ട് ഇൻഷാ അള്ളാഹ് നമുക്കൊരു മണിക്കൂർ ക്ലാസ് റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ജസാക്കല്ലാഹു ഖൈറൻ. അല്ലാഹു മുബാരിക്. ടീച്ചറിനെ ഞാൻ സാദരം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഫിദ മൈക്ക് എടുത്തോ കേട്ടോ. ഓക്കെ ഓക്കെ. വീഡിയോ ഓൺ ചെയ്തോളാം. ആ ഓക്കെ ആണേ, കാണുന്നുണ്ട്. ആ അപ്പം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ആദ്യം എന്നെ കുറിച്ച് പറഞ്ഞുതരാം. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിലും കട്ട് ആവുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് പറയണേ. അപ്പം എൻ്റെ പേര് ഫിദ. ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആണ്. B.Pharm ഇപ്പൊ 4th ഇയർ പഠിക്കുന്നത്. കോഴിക്കോടാണ് പഠിക്കുന്നത്. എൻ്റെ സ്ഥലം വരുന്നത് കണ്ണൂരാണ്. ഓക്കെ. അപ്പം ഓക്കെ. അപ്പം ഞാൻ ഞാനിപ്പോ റെസിനാട്ട് മാത്രമല്ല ഹാമ്പേഴ്സും ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ റെസിനാട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 7 ഇയേഴ്സോളായി. ഇപ്പം വർക്ക്ഷോപ്പും ഞാനിപ്പം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം പുതിയതായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം ഞാനിപ്പം നിങ്ങൾ ടീച്ചറായിട്ട് വന്നതാണ്. അപ്പം ഫസ്റ്റ് ഞാൻ റെസിനാട്ടിന്റെ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഞാനിപ്പം നമുക്കിതൊരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ കൊണ്ടുപോകാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിലോ ചോദിക്കണമെങ്കിലോ ഒക്കെ നിങ്ങൾക്കും ചോദിക്കാം. ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ല കേട്ടോ. അപ്പം ഞാൻ റെസിനാട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 7 ഇയേഴ്സ് ആയി സ്റ്റാർട്ട് ചെയ്തിട്ട്. മാഷാഅല്ലാഹ് ഇതുവരെ ആയിട്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്തതിലൊരു നമ്മള് പറയില്ലേ ചില ടൈമിൽ നമ്മൾ ഈ ഹോബീസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളത് നിർത്തി അങ്ങനൊക്കെ പറയില്ലേ. പക്ഷെ ഇതുവരെ ആയിട്ട് ഒരു നിർത്തം ഒന്നും തോന്നാണ്ട് ഇപ്പം ബിസിനസ് പരമായിട്ടായാലും അല്ലാണ്ടായാലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു ആർട്ടാണ് റെസിനാട്ട് എന്ന് പറയുന്നത്. ഈവൻ പ്രോഫിറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ലെവൽ ആയാലും എല്ലാം ആയിട്ട് നമ്മളൊന്ന് എവിടെയെങ്കിലും പോയാൽ ഒരു വാല്യൂ ചെയ്യുന്ന പോലെ എനിക്ക് കിട്ടിയത് ഞാൻ ഈ റെസിനാട്ട് തുടങ്ങിയതിന് ശേഷമാണ്, വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്തതിന് ശേഷമാണ്. അപ്പം മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് അടിപൊളിയായിട്ട് ഇപ്പം പോകുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ റെസിനാട്ടിനെ കുറിച്ച് പറഞ്ഞുതരാം. ഓക്കെ. നമ്മള് ഇപ്പം നിങ്ങളായാലും ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ട് ഉണ്ടായിരുന്നില്ല റെസിനാട്ട് എന്ന് പറയണേ. കുറച്ച് ആൾക്കാർ, അധികം പുറത്തുള്ള ആൾക്കാരായിരുന്നു റെസിനാട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ കേരളത്തിൽ അങ്ങനെ ആർക്കും ഇപ്പം നമ്മളിപ്പോ ക്രാഫ്റ്റ് ഷോപ്പിൽ പോയിട്ട് റെസിൻ എന്ന് ചോദിച്ചാൽ വരെ ആർക്കും അങ്ങനെ കാര്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ. ഇപ്പം നമ്മളിപ്പം ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഇപ്പം ഒരുപാട് കണ്ടുവരുന്നുണ്ട് റെസിന്റെ ഓരോ വർക്ക്സും, റെസിന്റെ പിന്നെ ക്ലോക്ക് ആയാലും റിസർവേഷൻ ആയാലും അങ്ങനെ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. ഇപ്പം ഒരുപാട് ഈ മേഖലയിലേക്ക് ഒരുപാട് ആൾക്കാർ കയറുന്നുമുണ്ട്. പക്ഷേ നമ്മള് എന്താന്ന് വെച്ചാല് ചില ആൾക്കാർ ഇപ്പം ചില വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നോക്കാണ്ട് ചെയ്യുന്നുണ്ട്. അതായത് റെസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. അപ്പൊ നമുക്ക് അതിൻ്റെതായ പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മാത്രമേ നമ്മൾ റെസിൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പം അതൊന്നും നോക്കാണ്ട് ചെയ്യുന്നതും അതന്നെ നമ്മളിപ്പം ഫസ്റ്റ് ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഓക്കെ ഇങ്ങനെ എന്തോ ഒരു സംഭവം ഇങ്ങനെ കലക്കുന്ന ഒഴിക്കുന്ന ഇതാക്കുന്നു മാത്രമേ ഉള്ളൂ. അതിന്റെ പ്രിക്കോഷൻസ് കാര്യങ്ങളൊന്നും അവരും ഇപ്പം ഇപ്പം ഈവൻ ഞാനായാലും ചിലപ്പോൾ ഗ്ലൗസ് ഇടാണ്ട് ചെയ്യുന്ന കാണിക്കുമ്പോൾ നമ്മൾ റെസിനാട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ഒരാൾ ആ വീഡിയോ കാണുമ്പോൾ ഓക്കെ ഗ്ലൗസ് ഒന്നും ഒരു യൂസ് ചെയ്യുന്നില്ല അപ്പൊ ഞാനും യൂസ് ചെയ്യേണ്ട, അങ്ങനത്തെ ഒരു സാധനം മാത്രമല്ലേ വരുന്നുള്ളൂ.
വേറൊന്നും വരും. അപ്പം നമ്മൾ എന്താ വെച്ചാൽ റെസിൻ ആർട്ട് ചെയ്യുന്നതിന് മുന്നേ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അതിന്റെ ടൈം, അതിന്റെ റേഷ്യോ കാര്യങ്ങൾ, അതിന്റെ പ്രിക്കോഷൻസ്, അതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടെല്ലാം നമ്മൾ നല്ലോണം അറിഞ്ഞിട്ടിരിക്കണം. ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ബാക്കിയെല്ലാം നമ്മൾ എന്താ വർക്ക് തുടങ്ങിയിട്ട് പതിയെ നമുക്ക് തന്നെ ഡെവലപ്പ് ഇങ്ങനെ ഓരോന്ന് അതായത് ബേസിക് കാര്യങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞാലും നമുക്ക് പല മീഡിയത്തിലും പല ബേസിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ആർട്ടാണ് റെസിൻ ആർട്ട് എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന ഓഡിയോ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. പറഞ്ഞോളൂ. സ്പീഡായി പോകുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പം ഓക്കെ. അപ്പൊ ഞാൻ ഫസ്റ്റ് റെസിൻ കാണിച്ചു. റെസിന് മാത്രം എന്റെ കയ്യിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ റെസിൻ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് റെസിൻ എന്ന് പറയുന്നത്. ഒരു ലിക്വിഡ് മീഡിയത്തിൽ വരുന്നതാണ്. കാണുന്നില്ലേ? 2 ബോട്ടിലായിട്ടാണ് റെസിൻ വരാം. ഓക്കെ, ഒരു വലിയ ബോട്ടിലായിട്ടും ഒരു ചെറിയ ബോട്ടിലായിട്ടാണ് റെസിൻ വരാം. ഇതെന്താന്ന് വെച്ചാല് നമ്മള് ലിക്വിഡ് മീഡിയ ആയിട്ടാണ് വരാം. അതായത് ഒരു വെള്ളം പോലെയുള്ള മീഡിയമാണ് റെസിൻ എന്ന് പറയുന്നത്. ഒരു റെസിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടിലും അതിന്റെ ഹാർഡ്നറും ഉണ്ടാവും. ഇത് നമ്മൾ നോർമലി പറയുകയാണെങ്കിൽ ഒരു കെമിക്കലാണ്. ഓക്കെ, നമ്മൾ കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ലാബിൽ കുറെ കെമിക്കൽസും കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ? അതുപോലെ ഒരു കെമിക്കലാണ് റെസിൻ എന്ന് പറയുന്നത്. ഇതിന് ഓരോ നിശ്ചിതമായിട്ടുള്ള റേഷ്യോയും കാര്യങ്ങളും ഉണ്ട്, ടൈമും കാര്യങ്ങളും ഉണ്ട്. അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ഈ 2 ബോട്ടിൽ കാണിച്ചില്ലേ, ഒരു ബോട്ടിൽ ഇത്ര എടുക്കണം, മറ്റേ ബോട്ടിൽ ഇത്ര എടുക്കണം, എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു വെച്ച് ഇത്ര ടൈമിന്റെ ഉള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് സോളിഡ് ആയിട്ട് കിട്ടുള്ളൂ. അതായത് ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഒരു ടൈം കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഉറപ്പുള്ള സോളിഡ് ആയിട്ട് കിട്ടുന്നതാണ് ഈ റെസിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ കെമിക്കൽ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പം എന്താ പറയാ കുറെ നമ്മളിപ്പം ടെമ്പറേച്ചർ ആയാലും അല്ലെങ്കിൽ നമ്മളെ കാലാവസ്ഥക്ക് അനുസരിച്ച് അങ്ങനെ കുറെ മാറ്റങ്ങൾ വരും. ഇപ്പം ചിലപ്പം അധികം തണുപ്പായാൽ ഇത് നല്ലോണം കട്ടയാവില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ റെസിനെ കുറിച്ചിട്ട് അറിയണം. പിന്നെ നമ്മളിപ്പോ ഈ ക്ലാസ്സിൽ ഇപ്പം ഉള്ള ആൾക്കാരും നിങ്ങളൊക്കെ ഇപ്പം റെസിൻ ആർട്ട് കാണുന്നുണ്ട്, റെസിൻ ആർട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് അധികം അറിയാണ്ട് ക്ലാസ്സിലേക്ക് നമുക്ക് ഇതിനെ കുറിച്ചൊരു കാര്യമായിട്ട് അറിയണോന്ന് പഠിക്കണോന്ന് വിചാരിച്ച് വന്ന ആൾക്കാരല്ലേ. അപ്പൊ നമ്മളിപ്പോ ഈ ക്ലാസ് കണ്ടക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ ക്ലാസ്സിന്റെ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ക്ലാസ്, ഈ ക്ലാസ്സിന്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് വെറും ഒരു കീ ചെയിൻ അല്ലെങ്കിൽ ഒരു ക്ലോക്ക് മാത്രമല്ല, ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് ഈവൻ നിങ്ങൾക്ക് കീ ചെയിൻ ആയാലും പെൻഡന്റ് ആയാലും ക്ലോക്ക് ആയാലും ജിയോഡാട്ട് ആയാലും എന്തായാലും നിങ്ങൾക്ക് എന്തൊക്കെ അതിന്റെ എല്ലാത്തിന്റെയും ബേസ് നമ്മൾ പഠിപ്പിച്ചു തരും. അപ്പം ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് എന്തെല്ലാം ഈ റെസിൻ വെച്ച് നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കാം, എന്തെല്ലാം ഐഡിയാസ് ഉണ്ട്, എന്തെല്ലാം ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്, അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചായിരുന്നു? അപ്പോ കണ്ടിന്യൂ ചെയ്തോളൂ ഇതാ. അപ്പം പറഞ്ഞ പോലെ തന്നെ ഈ ക്ലാസ്സിൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു സാധനമല്ല, നമ്മൾ എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് വർക്ക്ഷോപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ബിസിനസ് തുടങ്ങിയ ശേഷം ഇതുവരെയായിട്ട് എനിക്ക് നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടൊന്നുമില്ല. അതായത് നമ്മൾ എല്ലാ ബിസിനസ് തുടങ്ങുമ്പോഴും നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്കൊന്നും പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സക്സസ് ആവാൻ പറ്റില്ല. എല്ലാം ഒരു സ്ലോ പ്രോസസ് ആയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മളിപ്പം റെസിൻ ആർട്ട് എന്നല്ല, ഏത് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും നമ്മൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഓർഡർ കിട്ടിയില്ല, 2ാമത്തെ ദിവസം കിട്ടിയില്ല, 3ാമത്തെ ദിവസം കിട്ടിയില്ല, ഓക്കെ എന്നാൽ പിന്നെ നിർത്താം, അങ്ങനെ ചിന്തിക്കരുത്, ഒരിക്കലും ചിന്തിക്കരുത്. കാരണം ഏറ്റവും സ്ലോ ആയിട്ട് നമ്മൾ സക്സസിലേക്ക് എത്തേണ്ട ഒരു പ്രോസസ്സാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ ഒരുപാട് ഓർഡർ കിട്ടിയിട്ട് ഒന്നുമില്ല. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്തിട്ടും നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോഴാണ് നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുക, അപ്പൊ റെസിൻ ആർട്ട് എന്നല്ല, ഏതൊരു ബിസിനസ് നിങ്ങൾ തുടങ്ങുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് കിട്ടൂല അല്ലെങ്കിൽ പെട്ടെന്ന് സക്സസ് ആവും എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് തുടങ്ങരുത്. ഇൻ കേസ് നമ്മളിത് സ്ലോ പ്രോസസ് ആണ്, നമ്മളത് ക്വിറ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് പെട്ടെന്ന് ഒരു ഇന്ന കാരണം കൊണ്ട് നമ്മൾ നിർത്തിയിട്ട് ഒരിക്കലും പോകരുത്. അതുകൊണ്ട് എന്താ ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് മെല്ലനെ ഉള്ള സ്ലോ പ്രോസസ് ആണെന്ന് ഇത് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഏത് ബിസിനസ്സും തുടങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം റെസിൻ ആർട്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കെമിക്കലാണ്. അതായത് ഒരു ഹാർഡ്നർ, ഈ ചെറിയ ബോട്ടിലാണ് ഹാർഡ്നർ എന്ന് പറയുന്നത്, വലിയ ബോട്ടിലാണ് റെസിൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി നമ്മൾ ഒരു നിശ്ചിത റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചിട്ട് നമ്മൾ പല ബേസിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് സോൾഡ് ആയിട്ട് കിട്ടുന്നതാണ് റെസിൻ ആർട്ട് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പം റെസിനാറ്റിന്റെ ഈ റേഷ്യോ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ 3:1 റേഷ്യോ, 2:1 റേഷ്യോ, അങ്ങനെ പല റേഷ്യോസിൽ വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയ ക്ലാസ് കിട്ടിയാൽ മാത്രമേ ഇത് കാര്യമായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. ഓറിയന്റേഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ആയിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 3:1 2:1 എന്താണെന്ന് വെച്ചാൽ നമ്മള് 3:1, അതായത് 3 എന്ന് പറയുന്നത് നമ്മളെ വലിയ ബോട്ടിലില്ലേ റെസിന്, അത് ഞാൻ കാണിച്ചു തന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. ഞാൻ ഇപ്പം പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ ജസ്റ്റ് ഔട്ട്ലൈൻ ആയിട്ട് പറഞ്ഞിരുന്നത് 3 എന്ന് പറയുന്ന വലിയ ബോട്ടിൽ നമ്മളിപ്പം ഒരു എന്താ 9 ഗ്രാം എടുത്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 9 ml അല്ലെങ്കിൽ 9 ഗ്രാം എടുത്തു എന്ന് വിചാരിക്കുക. അതിന്റെ ഒരു ഭാഗം, അതായത് 3:1 എന്ന് പറയുമ്പോൾ 9 ഗ്രാം നമ്മൾ റെസിൻ എടുത്താൽ 3 ഗ്രാം ആണ് നമ്മൾ ഹാർഡ്നർ എടുക്കുന്നത്. എത്രയാണോ ഈ ചെറിയ ബോട്ടിൽ എടുക്കുന്നത് അത് ഇൻറ്റു 3 നമ്മൾ റെസിൻ എടുക്കേണ്ടത്. അതുപോലെ തന്നെ 2:1 ആണെങ്കിൽ എത്രയാണോ നമ്മൾ ഹാർഡ്നർ എടുക്കുന്നത് അത് ഇൻറ്റു 2 ചെയ്യുന്നതാണ് നമ്മൾ റെസിൻ എടുക്കേണ്ടത്. അത് ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ ചെയ്യുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം റെസിനാറ്റിന്റെ വേറെ എന്താ വെച്ചാൽ എപ്പോക്സി റെസിൻ, UV റെസിൻ, അങ്ങനെ 2 ടൈപ്പ് റെസിൻ വരുന്നുണ്ട്. നമ്മളിപ്പം നോർമലി കാണുന്ന ഇപ്പം ക്ലോക്ക് ആയാലും ആയത്തിൽ കുറിച്ച് ആയാലും പ്രിസർവേഷൻ ഒക്കെ ചെയ്യുന്നത് നമ്മൾ എപ്പോക്സി റെസിനിലാണ് ചെയ്യണത്. അല്ലാണ്ട് ഒരു UV റെസിൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു റെസിനും കൂടിയുണ്ട്. അതെന്താന്ന് വെച്ചാല് UV റെസിൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചെറിയ ബോട്ടിലാണ് നമുക്ക് പൊതുവേ കിട്ടല്. മീൻസ് നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ, ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പം കീ ചെയിൻ അല്ലെങ്കിൽ പെൻഡന്റ് ഒക്കെ യൂസ് ചെയ്യാൻ മാത്രമേ നമ്മൾ അത് ഉപയോഗിക്കുള്ളൂ. കാരണം അത് കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ്. പിന്നെ നമ്മൾ എപ്പോക്സിന് അത്ര ഷൈനിങ്ങും കാര്യങ്ങളൊന്നും കിട്ടൂല. ആ UV റെസിൻ എന്താന്ന് വെച്ചാൽ നമ്മൾ നോർമൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ അത് കട്ടയാവൂല. നമ്മൾ എന്ത് ചെയ്യണം, UV ലാമ്പ് അല്ലെങ്കിൽ UV ലൈറ്റ് കിട്ടുന്ന ഒരു ലാമ്പ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മളിങ്ങനെ നമ്മൾ ഏതിലാണോ ഒഴിക്കുന്നത് അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് കട്ടയായിട്ട് കിട്ടുള്ളൂ. നേരെ മറിച്ച് എപ്പോക്സി റെസിൻ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ റേഷ്യം ടൈം ഒക്കെ അനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു വെച്ചാൽ, ഇപ്പം ഓരോ ബ്രാൻഡ് റെസിൻ ഉണ്ടാവും അല്ലെ. അപ്പൊ ഓരോ ബ്രാൻഡ് റെസിന് ഓരോ ടൈമാണ് വരിക. അപ്പൊ ആ ടൈമിനനുസരിച്ചിട്ട് അതായത് നോർമൽ നമ്മൾ റൂമിലോ അല്ലെങ്കിൽ എവിടെ വെച്ചാലും അവിടുന്ന് തന്നെ കട്ടയായിട്ട് വരുന്നതാണ് എപ്പോക്സി റെസിന്. മറ്റേത് നോർമൽ റൂം ടെമ്പറേച്ചറിൽ നമ്മളെ കട്ടയാവില്ല, UV ലാമ്പ് വെച്ചിട്ട് ചെയ്യുന്നതാണ് UV റെസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെന്ന് പറയുന്നത് എന്താ വെച്ചാൽ പോട്ട് ലൈഫ്, ക്യൂറിംഗ് ടൈം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പോട്ട് ലൈഫ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ റെസിൻ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് റെസിൻസ് അവൈലബിൾ ആണ്. അതായത് ചീപ്പ് റേറ്റിലായാലും ഭയങ്കര ഹൈ റേറ്റിലായാലും ഒക്കെ ഉണ്ട്. ഈ റേറ്റിന്റെ മാറ്റത്തിനനുസരിച്ചിട്ട് റെസിന്റെ ക്വാളിറ്റിയിലും മാറ്റം വരും. അപ്പൊ നമ്മൾ എപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ റെസിൻ എപ്പോഴും ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റി റെസിൻ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. കാരണം ഇപ്പം മെയിൻലി നമ്മൾ ഈ റെസിൻലി ഓരോ ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്താന്ന് വെച്ചാൽ കുറെ കാലം നിലനിൽക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പം പ്രിസർവേഷൻ, ഇപ്പം വർമല പ്രിസർവേഷൻ നിങ്ങൾ കാണുന്നുണ്ടാവും, ബേബീസിന്റെ സാധനങ്ങളൊക്കെ പ്രിസർവ് ചെയ്യുന്ന കാണുന്നുണ്ടാവും. അപ്പൊ അത് ഒരിക്കലും ഡാമേജ് ഇല്ലാണ്ട് നമുക്ക് എത്രയും കാലം ചെയ്ത കാലം ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ റെസിനിൽ പ്രിസർവ് ചെയ്യുന്നത്. അപ്പം ലോ ക്വാളിറ്റി ആയിട്ടുള്ള റെസിൻ വാങ്ങിച്ചാൽ അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്ട്സും ഉണ്ടാവും. ചിലപ്പം യെലോയിഷ് ആയിട്ട് മാറും കുറച്ച് കാലം കഴിയുമ്പോൾ. ഇപ്പം ഒരു വർഷമൊക്കെ കഴിയുന്ന സമയത്ത് ഫുള്ളി മഞ്ഞ കളർ അടിച്ച പോലെ മങ്ങിയ പോലെ ആവും. ചിലതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ബെൻഡ് ആവാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും റെസിൻ ചൂസ് ചെയ്യുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള റെസിൻ തന്നെ നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പം ഓരോ ബ്രാൻഡിനനുസരിച്ചിട്ട് അത് അതിൽ തന്നെ അവർ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓരോ ബ്രാൻഡിനനുസരിച്ചിട്ട് ഓരോ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പോട്ട് ലൈഫ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ റെസിനും ഹാർഡ്നറും മിക്സ് ചെയ്തിട്ട് എത്ര സമയം നമുക്ക് അത് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഒരു ടൈം കഴിയുമ്പോൾ അതിങ്ങനെ കട്ടയായി വരാൻ വേണ്ടി തുടങ്ങും. അപ്പം എത്ര ടൈം വരെ നമുക്കിതിൽ വർക്ക് ചെയ്യാന്നുള്ള അല്ലെങ്കിൽ വർക്കിംഗ് ടൈം എന്ന് പറയുന്നതാണ് പോട്ട് ലൈഫ് എന്ന് പറയുന്നത്. ഇനി ക്യൂറിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഈ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച റെസിന് നമ്മളിപ്പോൾ മോൾഡിലാണെങ്കിൽ മോൾഡിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പം ബേസ് MDFിലാണെങ്കിൽ നമ്മളത് നമുക്ക് തൊടാൻ വേണ്ടി പറ്റുന്ന ആ ഒരു ടൈമില്ലേ, ഫുള്ളി ക്യൂർ ആവുന്ന ടൈം, അതാണ് ക്യൂറിംഗ് ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ പോട്ട് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് എത്ര അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ടൈമും വർക്കിംഗ് ടൈം എന്ന് പറയും. ക്യൂറിംഗ് ടൈം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണോ മോൾഡിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലെങ്കിൽ അത് ഫുള്ളി റെഡി ആയിട്ടുള്ള ആ ടൈമാണ് ക്യൂറിംഗ് ടൈം എന്ന് പറയുന്നത്. ഈ ക്യൂറിംഗ് ടൈമും പോട്ട് ലൈഫും ഓരോ ബ്രാൻഡിനും ഓരോന്നായിരിക്കും. ഓക്കെ, ചില സെയിം ഉണ്ട്, സെയിം ഇല്ല എന്നല്ല, ചിലതിന് സെയിം തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മളത് കറക്റ്റ് നോക്കണം. നമ്മൾ റെസിൻ വാങ്ങിക്കുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഏത് റേഷ്യോയിലുള്ള റെസിനാണ് നമ്മൾ വാങ്ങിക്കുന്നത്.
ഓക്കെ, റെസിൻ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഏത് റേഷ്യോയിലുള്ള റെസിനാണ് നമ്മൾ വാങ്ങിക്കുന്നത്, ഏത് ബ്രാൻഡ് റെസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്, അതിന്റെ വർക്കിംഗ് ടൈമും അതിന്റെ പോട്ട് ലൈഫും. ഇതാണ് ബേസ് ആയിട്ടുള്ള കാര്യം. നമ്മൾ റെസിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ റെസിൻ വാങ്ങിക്കുമ്പോഴായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നില്ല ഞാൻ പറയുന്നത്? ക്ലിയർ ആണ് ഫിദ. ആ, ഇനി നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മൾ റെസിൻ എടുത്തു, ഹാർഡ്നർ എടുത്തു, റേഷ്യോന്റെ കാര്യം പറഞ്ഞു, അതിന്റെ വർക്കിംഗ് ടൈമും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഈ റെസിനും ഹാർഡ്നറും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അതിലേക്ക് നമ്മൾ കുറെ കളേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, അതായത് നമുക്ക് എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഒരു പച്ചവെള്ളം പോലെയാണ് ഉണ്ടാവുക. അത് ആ ഒരു ക്ലിയർ ആയിട്ടാണ് നമ്മൾ റെസിൻ കലക്കിയാൽ ഉണ്ടാവുക. പക്ഷെ അതിൽ നമുക്ക് ഓരോ വർക്കിലേക്ക് യൂസ് ചെയ്യുമ്പോൾ പലതരം കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും നോർമൽ പെയിന്റ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. നമുക്ക് റെസിൻ ആയിട്ട് തന്നെ പിഗ്മെന്റ്സ് ഉണ്ടാവും. ഓക്കെ, പിഗ്മെന്റ്സ് തന്നെ നമുക്ക് മൈക്ക പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ള പിഗ്മെന്റ് ഉണ്ട്, ഷൈനിങ് ഉള്ള പിഗ്മെന്റ്, അതൊക്കെ ഞാൻ ക്ലാസ്സിൽ കാണിച്ചു തരും. മൈക്ക പൗഡർ ഉണ്ട്, ആൽക്കഹോൾ ഇങ്ക് ഉണ്ട്, നോർമൽ പേസ്റ്റ് ആയിട്ടുള്ള നോർമൽ ഒപ്പാക് പിഗ്മെന്റ്സ് ഉണ്ട്. അങ്ങനെ പലതരം പിഗ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, മെറ്റാലിക് പിഗ്മെന്റ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് തരം പിഗ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരിക്കലും നോർമൽ പെയിന്റ് അല്ലെങ്കിൽ അക്രിലിക് പെയിന്റ് നമ്മൾ റെസിനിൽ യൂസ് ചെയ്യരുത്. എന്താന്ന് വെച്ചാല് ഈ റെസിന്റെ നേച്ചർ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, റെസിൻ ഒരു ഭയങ്കര ഒരു വികൃതിയുള്ള ഒരാളാണ്. നമ്മൾ ഓരോ ടൈം ഓരോ പോലെയാണ് ചിലപ്പോൾ അത് റിയാക്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കണോ എന്നുള്ളത്. ചിലപ്പം ഇപ്പൊ ഞാനായാലും ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എന്തെങ്കിലും ആയാലും പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. ഈ റെസിൻ എന്ന് പറയുന്നത്, റെസിനും വെള്ളവും ശത്രുക്കളെ പോലെയാണ്. റെസിനിലേക്ക് നമ്മൾ ഒരു മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ഒരു സാധനങ്ങളും ഉപയോഗിക്കരുത്. ഇപ്പം പ്രിസർവേഷന്റെ സമയത്ത് തന്നെ നിങ്ങൾ ആരെങ്കിലും അറിയായിരിക്കും, നമ്മൾ ഡയറക്റ്റ് റെസിനിലേക്ക് നമ്മൾ ഫ്ലവേഴ്സ് വെക്കൂല, ഫ്രഷ് ഫ്ലവേഴ്സ് വെക്കൂല, നമ്മൾ അത് ഡ്രൈ ചെയ്തിട്ടാണ് വെക്കുക. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് റെസിനും വെള്ളവും എന്ന് പറയുന്ന ഒരു ശത്രുക്കളെ പോലെയാണ്. ഒരിക്കലും മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ഒരു സാധനവും നമ്മൾ റെസിനിൽ വെക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ അക്രിലിക് പിഗ്മെന്റ് വെക്കരുത് എന്ന് പറയുന്നത്. ഈ അക്രിലിക് പിഗ്മെന്റിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടാവും, മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്, വാട്ടർ ബേസ്ഡ് പിഗ്മെന്റ് ആണ്, കളറാണ് അക്രിലിക് പെയിന്റ് വരുന്നത്. അപ്പൊ നമ്മൾ അത് ഉപയോഗിച്ചിട്ട് റെസിനിൽ ചെയ്താൽ കുറച്ചു കാലം കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് പിന്നെ യെലോയിഷ് ആവാനോ അല്ലെങ്കിൽ ചിലപ്പം കട്ടയാവാണ്ടിരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കാത്ത രീതിയിൽ റെസിൻ റിയാക്ട് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും അക്രിലിക് പെയിന്റ്സ് അല്ലെങ്കിൽ നോർമൽ ഓയിൽ ബേസ്ഡ് പെയിന്റ് നമ്മൾ റെസിനിൽ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. നമ്മൾ റെസിന്റെ തന്നെ പിഗ്മെന്റ്സ് ഉണ്ട്, ഒപ്പാക് പിഗ്മെന്റ് ഉണ്ട്, മൈക്ക പൗഡർ ഉണ്ട്, ആൽക്കഹോളിക് ഉണ്ട്, മെറ്റാലിക് പിഗ്മെന്റ്സ് ഉണ്ട്, അങ്ങനെ കുറെ ടൈപ്പ് പിഗ്മെന്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള പിഗ്മെന്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, റെസിനിൽ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, പിന്നെ അടുത്ത വരുന്ന എന്താന്ന് വെച്ചാൽ നമ്മള് റെസിന് ഈ റെസിൻ ഒഴിച്ചു, അതായത് റെസിന് നമ്മൾ ഇന്ന് റേഷ്യോയിൽ ഒഴിച്ച് വർക്കിംഗ് ചെയ്ത് പിഗ്മെന്റും അടിച്ച് എല്ലാം ചെയ്തു, പിഗ്മെന്റ് കളറൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊരു സംഭവത്തിലേക്ക് ഒഴിച്ചു വെക്കണം. അത് ഒഴിച്ചു വെക്കുന്നതാണ് മോൾഡ് എന്ന് പറയുന്നത്. മോൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അച്ചില്ലേ, നമ്മളിപ്പം ചില വീട്ടിൽ നിന്ന് നമ്മൾ കടികളൊക്കെ ആക്കുമ്പോൾ ചിലപ്പം അച്ചിൽ വെച്ചിട്ട് ആക്കലില്ലേ, അപ്പൊ അതുപോലത്തെ ഒരു സംഭവം, ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് മോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് സിലിക്കൺ മോൾഡ് ആണ് വരിക. മോൾഡ് നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ സിലിക്കൺ മോൾഡ് ആണ് വരിക. ഈ സിലിക്കൺ മോൾഡ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുറെ കാലം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ ഒഴിച്ചു വെച്ച റെസിന് നമ്മളത് എടുത്തതിന് ശേഷം പിന്നെയും നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് ചെയ്യുന്ന ബേസ് എന്തൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് MDF യൂസ് ചെയ്യാം, പിന്നെ ഏക്രിലേക്ക് യൂസ് ചെയ്യാം, പിന്നെ ക്യാൻവാസിൽ യൂസ് ചെയ്യാം, അങ്ങനെ കുറെ കാര്യത്തിന് യൂസ് ചെയ്യാം. പക്ഷെ ഇതൊക്കെ യൂസ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് അറിഞ്ഞു വെക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിലും നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരും. MDFിലായാലും മോൾഡിലായാലും ഏക്രിലിക്കിലായാലും ക്യാൻവാസിലായാലും ഒക്കെ അതിന് യൂസ് ചെയ്യേണ്ട മെത്തേഡും അത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കാനുണ്ട്. അതായത് MDF യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിലപ്പം നമ്മളിപ്പോൾ കാർഡ്ബോർഡിലൊക്കെ വെള്ളയിക്കുന്ന സമയത്ത് പൊതിർന്നു പോകില്ലേ, അതുപോലെ പൊതിർന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് മുന്നേ നമ്മൾ ഈ MDF ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണം. മോൾഡിന്റെ കാര്യങ്ങൾ, മോൾഡ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. അതൊക്കെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഓക്കെ, ഇനി വരുന്നത് നമ്മൾ ബേസും പറഞ്ഞു. ഇനി നമ്മൾ ഇപ്പം നോർമലി കാണുന്ന സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലവർ പ്രിസർവേഷൻ ഒക്കെ നമ്മൾ നോർമലി നമ്മളിപ്പം കാണുന്നുണ്ട്. അതായത് നമ്മൾ കല്യാണത്തിന്റെ മാല, വരമാല പ്രിസർവേഷൻ നമ്മളിപ്പോൾ അധികം കാണുന്നതാണ്. അപ്പം അതിൽ നമ്മൾ എന്താന്ന് വെച്ചാൽ ഒരിക്കലും ഫ്രഷ് ഫ്ലവേഴ്സ്, നമ്മൾ ഈ ഫ്ലവേഴ്സ് നമ്മൾ റെസിനിലേക്ക് യൂസ് ചെയ്യരുത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കെമിക്കൽ ആയതുകൊണ്ട് തന്നെ കുറെ നേച്ചർ ഉണ്ട് നമ്മളെ റെസിന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, ഫ്ലവേഴ്സ് ഡയറക്റ്റ്ലി ഒരിക്കലും നമ്മൾ റെസിനിൽ വെക്കരുത്. അല്ലാണ്ട് നമ്മളത് എന്ത് ചെയ്യണം, ഡ്രൈ ചെയ്തെടുക്കണം.
അപ്പൊ ഈ ഡ്രൈ ചെയ്യാൻ വേണ്ടി ഒരുപാട് മെത്തേഡ് ഉണ്ട്. നമുക്ക് നോർമലി ഡ്രൈ ചെയ്യുക, സിലിക്ക ഡ്രൈ ചെയ്യുക, അല്ലെങ്കിൽ ബുക്ക് ഡ്രൈ ചെയ്യുക, എയർ ഡ്രൈ ചെയ്യുക, അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട്. അപ്പം ആ കാര്യങ്ങളും നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും. എങ്ങനെ ഫ്ലവേഴ്സ് ഡ്രൈ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ നോക്കണോ എന്നുള്ളത്, എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കണോ എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ റെസിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടുന്നതാണ് റെസിൻ്റെ പ്രിക്കോഷൻസ്. അത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റെസിന് നമ്മളിപ്പോൾ ടേബിളിലാണ് ചെയ്യുന്നത് വിചാരിക്കും. നമ്മൾ ആ ടേബിൾ നമുക്ക് വീണ്ടും വേണ്ടുന്ന നമ്മളിപ്പോൾ റെസിന് വേണ്ടിയിട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊളായിട്ട് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അല്ലാണ്ട് നമ്മളിപ്പോൾ നമ്മളെ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ നമ്മളെ റൂമിന്റെ ടേബിളിലോ വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മൾ വിരിക്കാം. പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ട് മാത്രമേ നമ്മൾ അതിന്റെ മുകളിൽ മാത്രമേ റെസിൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. കാരണം ഈ റെസിന് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മളെ കയ്യിൽ നിന്ന് അത് ഉറ്റിപ്പോവുകയോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പുറത്തേക്കായി പോവുകയോ ഒക്കെ ചെയ്യും. കുറെ മെത്തേഡ്സും ഡോമിങ്, അങ്ങനെ കുറെ മെത്തേഡ്സ് ഉണ്ട് ഇതിന്റെ. ഡോമിങ് കാര്യങ്ങൾ ചെയ്യലും, മുകളിലേക്ക് ഒഴിക്കൽ, അപ്പൊ ഇങ്ങനെ സൈഡിലൂടെ ഡ്രിപ്പായിട്ട് പുറത്തായിലേക്കൊക്കെ പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മളെ ടേബിൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ ഒരു സിലിക്കൺ ഷീറ്റോ വെച്ചിട്ട് കവർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മളെ ഡ്രസ്സ് എന്താന്ന് വെച്ചാൽ റെസിൻ ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് നമ്മളെ ഡ്രസ്സിനായിപ്പോയാൽ പിന്നെ അത് പോവില്ല. നമ്മൾ ഏത് ഡ്രസ്സിലാണോ നമ്മൾ ചെയ്യുന്നത് അതിൽ റെസിൻ ആയാലും അത് പോവില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ആപ്രൺ ഇല്ലേ, അത് വെച്ചിട്ട് നമുക്ക് ഒന്നെങ്കിലും നമ്മളെ ഡ്രസ്സ് കവർ ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ റെസിൻ ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഡ്രസ്സ് ആക്കാം. അങ്ങനെ വേണമെന്നില്ല, നമ്മൾ കെയർ വെച്ചിട്ട് ചെയ്താൽ മതി. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണമെന്നുള്ളത് മാത്രമാണ് പറയണത്. ആപ്രൺ യൂസ് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഡ്രസ്സിനെ ഇതാക്കാം. പിന്നെ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ് നമ്മളെ ഗ്ലൗസ്. നമ്മളെപ്പോഴും റെസിനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൈ നമ്മളെ ഗ്ലൗസ് കൊണ്ട് കവർ ചെയ്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ റെസിന് കെമിക്കൽ ആയതുകൊണ്ട് തന്നെ ചിലപ്പം ചില ആൾക്കാർക്ക്, എനിക്കിപ്പോൾ ആ പ്രശ്നമില്ല, പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം ചെയ്യുന്ന ആൾക്കാർക്ക് ചില ആൾക്ക് പ്രശ്നമുണ്ട്, സ്കിന്നിൽ ഇറിറ്റേഷൻ വരും ഈ റെസിൻ. അപ്പൊ നമ്മൾ വെറുതെ നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് വരോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ യൂസ് ചെയ്യുന്ന തുടങ്ങുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, എപ്പോഴും നമ്മളെ കൈ ഗ്ലൗസ് വെച്ചിട്ട് കവർ ചെയ്യാം. പിന്നെ നമ്മൾ ഒരു മാസ്ക് യൂസ് ചെയ്യാം. ഓക്കെ, മാസ്ക് എന്ന് പറയുന്നത് N95ന്റെ മാസ്ക്, അങ്ങനത്തെ അല്ല, റെസ്പിറേറ്റർ മാസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മാസ്ക് കിട്ടും. ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടുന്ന റെസിന്റെ സാധനങ്ങളിലും ഡീറ്റെയിൽസും ഒക്കെ പ്ലാസ്റ്റിക് ഗ്ലൗസ് പറ്റും, കുഴപ്പമില്ല. ഏത് ഗ്ലൗസ് ആയാലും പ്രശ്നമില്ല. പ്ലാസ്റ്റിക് ഗ്ലൗസോ മറ്റു സിലിക്കൺ ഗ്ലൗസോ നമ്മൾ മെഡിക്കൽ ഗ്ലൗസോ അങ്ങനത്തെ ഏത് ഗ്ലൗസ് ആയാലും പ്രശ്നമില്ല. ഇൻ കേസ് നമുക്ക് ഗ്ലൗസ് ഇല്ല എന്നാണെങ്കിൽ നമ്മൾ കവർ വെച്ചിട്ട് നമ്മളിങ്ങനെ കെട്ടി വെക്കൂലേ, അങ്ങനെ കെട്ടി വെച്ചിട്ടായാലും കുഴപ്പമില്ല. നമ്മളെ കൈ നമ്മൾ കവർ ചെയ്തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. തുണി വെച്ചിട്ടല്ല, പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തിട്ട് ചെയ്താൽ മതി. ഏതായാലും കുഴപ്പമില്ല. മാസ്ക് നമ്മൾ നോർമൽ മാസ്ക് അല്ല, റെസ്പിറേറ്റർ മാസ്ക് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്. അപ്പം ഞാൻ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് പ്രിക്കോഷൻസിന് വേണ്ടിയിട്ട് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് അത് വാങ്ങിച്ചാൽ മതി. കുറച്ച് കാര്യങ്ങളുണ്ട്, ഇപ്പൊ ഈ മാസ്ക്, ഗ്ലൗസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പം അതെന്ത് ചെയ്യുക, അതും വാങ്ങിക്കുക. നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യുക. കാരണം ഇപ്പം ആസ്മ അങ്ങനെ പ്രശ്നമുള്ള ആൾക്കാർ, ഇപ്പം എന്തെങ്കിലും ബ്രീത്തിങ് പ്രശ്നമുള്ള ആൾക്കാർക്ക്, ഒരു മിനിറ്റ്, മെസ്സേജ്, ഇതിന് സ്മെല്ല് എന്തെങ്കിലും ഉണ്ടോ, അത് പ്രോബ്ലം ആണോ? ഇതിനൊരു സ്മെല്ലുണ്ട്, ഭയങ്കര സ്മെല്ലല്ല, ഒരു സ്മെല്ലുണ്ട്. പിന്നെ ഇതിന്റെ സ്മെല്ലല്ല പ്രശ്നം, നമ്മൾ ഈ റെസിനും ഹാർഡ്നറും, അതായത് 2 ബോട്ടിലുള്ള സാധനങ്ങളല്ലേ നമ്മൾ മിക്സ് ചെയ്യുന്നത്. ആ മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു റിയാക്ഷൻ ആണ് നടക്കുന്നത്, ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ആ കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യുന്നത്, ആ സമയത്ത് ഒരു ഫ്യൂംസ് വരും. ഒരു അതിൽ നിന്ന് സ്മെല്ലല്ല, ഒരു ഫ്യൂംസ് വരും. ആ ഫ്യൂംസ് നമ്മൾ ശ്വസിക്കുന്നതാണ് പ്രശ്നം. അത് നമ്മൾക്ക് ഇപ്പം ബ്രീത്തിങ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ആസ്മ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അത് ശ്വസിക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ, ഓക്കെ, അലർജി ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താ കൂടുതൽ ഇതാവാൻ വേണ്ടി ചാൻസ് ഉണ്ട്, പ്രശ്നമാവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പം എനിക്ക് ബ്രീത്തിങ് ഇഷ്യൂ ഉള്ള ഒരാളാണ്, അപ്പം ഞാൻ മാസ്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യല്. അപ്പൊ എന്താ ചെയ്യാ, നമ്മൾ റെസ്പിറേറ്റർ മാസ്ക് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എന്താന്ന് വെച്ചാല് നമ്മൾ ചെയ്യുന്ന റൂമില്ലേ, നമ്മളിപ്പം റെസിൻ ചെയ്യുന്നത്, ഇപ്പം ഈ റൂമിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നെങ്കിൽ ഡസ്റ്റും കാര്യങ്ങളും വരാൻ വേണ്ടി പാടില്ല. കാരണം നമ്മളിത് ഒഴിച്ചു വെക്കുന്ന സമയത്ത് ഒരു ലിക്വിഡ് പോലത്തെ സാധനമാണ് ഒഴിച്ചു വെക്കുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു ഡസ്റ്റ്, ഒരു പൊടി അതിലേക്ക് കയറിയാൽ അത് ഉണങ്ങി കഴിഞ്ഞാലും ഡസ്റ്റ് അതിൽ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ നമ്മൾ ചെയ്ത് വെക്കുന്ന വർക്ക് എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്ത് വെക്കുക. ആൻഡ് റൂം നമ്മൾ എന്ത് ചെയ്യുക, നല്ല അധികം പൊടികളൊന്നും വരാത്തൊരു റൂമിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, പിന്നെ ഫാൻ ഇട്ടിട്ട് റെസിൻ ചെയ്യരുത്.
ചെയ്യരുത്. ഫാൻ ഇട്ടിട്ട് റെസിൻ ചെയ്താലും റെസിൻ അതിൻ്റെതായിട്ടുള്ള റിയാക്ഷൻസും കാര്യങ്ങളും വരും. ഫാൻ ഇടരുത്. പകൽ സമയത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ജനലൊക്കെ തുറന്നിട്ട് വെച്ചിട്ട് ചെയ്താൽ മതി. കാരണം അടച്ചിട്ട റൂം ചെയ്യുന്ന സമയത്ത് ആ ഫ്യൂംസ് നമ്മൾ വല്ലാണ്ട് ശ്വസിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ നമ്മളൊന്ന് വെൽ എയറേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ചെയ്യുക. രാത്രിയാണെങ്കിൽ നമ്മൾ ബാൽക്കണിയിൽ നിന്ന് ചെയ്യരുത്. അതെന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, വെതറിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ കാലാവസ്ഥക്കനുസരിച്ച് റെസിന് കുറെ മാറ്റങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത്, രാത്രിയാണെങ്കിൽ ബാൽക്കണി അങ്ങനെ ഒന്നും ചെയ്യരുത്. ഓവർ തണുപ്പൊന്നും റെസിന് പറ്റില്ല. ഓക്കെ, പ്രിക്കോഷൻസും കാര്യങ്ങളും മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ചാറ്റിൽ ഡൗട്ട് ചോദിക്കുന്നത് നല്ല കേട്ടോ. ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം, പ്രശ്നമില്ല. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് കാലാവസ്ഥയെ കുറിച്ചാണ്. റെസിൻ എന്ന് പറയുന്നത് കെമിക്കൽ ആയതുകൊണ്ട് തന്നെ ഓരോ കാലാവസ്ഥക്കനുസരിച്ച് കുറെ പ്രശ്നങ്ങൾ നല്ല ഇതൊക്കെ നിങ്ങൾ എന്താ പറയുക, ഈ ക്ലാസ് ഒക്കെ കേട്ടിട്ട് നിങ്ങൾ റെസിനാർട്ട് തുടങ്ങുന്നത് ഭയങ്കര പണിയാന്ന് വിചാരിക്കരുത്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. കാരണം അത്രയും നല്ല ബിസിനസ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇപ്പൊ റെസിനാർട്ട് എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ ലൈഫ് വെച്ചിട്ട് നമ്മൾ റിസ്ക് എടുക്കാൻ വേണ്ടി പാടില്ല. അതായത് നമ്മൾ ഭയങ്കര റിസ്ക് അങ്ങനെയല്ല കേട്ടോ. പക്ഷെ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രിക്കോഷൻസ് ആയാലും നമ്മൾ അതൊക്കെ എടുത്തിട്ട് ചെയ്താൽ പോരെ. ഇപ്പൊ ഏതായാലും ഇപ്പം എന്ത് കാര്യങ്ങൾ തുടങ്ങുമ്പോൾ അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമുക്ക് എന്താണെന്ന് അറിഞ്ഞിട്ട് അതിന് വേണ്ടുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നനുസരിച്ച് നമ്മൾ ചെയ്താൽ നമുക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോവാം. കാരണം എനക്കും ഈ പറയുന്ന പോലെ ബ്രീത്തിങ് ഇഷ്യൂ ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷേ കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ റെസിനാർട്ട് ചെയ്യുന്നുണ്ട്. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ്, എനിക്ക് ഇതുവരെയായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, അതിന് വേണ്ടുന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ പറയണം. അല്ലാണ്ട് ഇത് കേട്ടിട്ട് ആരും റെസിനാർട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വെച്ചിട്ട് പേടിക്കാനൊന്നും നിൽക്കണ്ട. ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി വെതറിന്റെ കാര്യങ്ങളാണ്. വെതറിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ റെസിനാർട്ട് അധികം ചൂടോ അധികം തണുപ്പോ പാടില്ല. അതായത് ഇതൊരു പ്ലാസ്റ്റിക് പോലത്തെ സംഭവം. അതായത് ഇത് ഫുള്ളായിട്ട് കട്ടയായി വന്നാൽ ഒരു പ്ലാസ്റ്റിക് പോലെയാണ് ഇത്. അതായത് നമ്മൾ കൂടുതൽ ചൂടാക്കുന്ന സമയത്ത് ഇത് ഉരുകിപ്പോകുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഉരുകി ഉറ്റി വീകുന്നല്ല കേട്ടോ. ഇങ്ങനെ എന്താ പറയാ, നമ്മൾ സോളിഡ് ആയിട്ടുള്ള സാധനം ഇങ്ങനെ ബെൻഡ് ആവാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങും ഭയങ്കര ചൂടുണ്ടാകുന്ന സമയത്ത്. ഭയങ്കര തണുപ്പ് അല്ലെങ്കിൽ മഴ സമയത്തുള്ള റെസിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇപ്പം 24 മണിക്കൂറാണ് റെസിൻ ആദ്യം ഒഴിച്ചാല് കട്ടയാവാൻ എടുക്കുന്ന സമയം എന്ന് വിചാരിക്കും. അപ്പം മഴ അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്ത് എന്ത് ചെയ്യും, 24 മണിക്കൂർ ആയാലും ഇത് ചിലപ്പം കട്ടയാവൂല. നിങ്ങൾ ചിലപ്പം ചില വീഡിയോസിലൊക്കെ കാണുന്നത് നമ്മളിങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ സ്റ്റിക്കി പോലൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറെ മെത്തേഡ്സ് ഉണ്ട്. അതായത് നമ്മൾ ഈ റെസിന് മഴക്കാലത്ത് എങ്ങനെ യൂസ് ചെയ്യണോ എന്നുള്ളത്, തണുപ്പ് കാലത്ത് എങ്ങനെ യൂസ് ചെയ്യണോ എന്നുള്ളത്, പിന്നെ ഇങ്ങനെ കട്ട ആവാണ്ടിരിക്കുന്ന ആ ഒരു സംഭവമില്ല, അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ക്ലാസ്സിൽ കാണിച്ചു തരും. ഫുള്ളി കംപ്ലീറ്റ്ലി നമ്മൾ ക്ലാസ്സിൽ കാണിച്ചു തരും. നിങ്ങൾ ഇപ്പം അറിഞ്ഞു വെക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഒരിക്കലും കൂടുതൽ ചൂടോ അല്ലെങ്കിൽ കൂടുതൽ തണുപ്പോ റെസിന് പാടില്ല. ഓക്കെ, ഇനി എന്താന്ന് വെച്ചാൽ നമുക്ക് റെസിനാർട്ട് വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറഞ്ഞിട്ട്. അതായത് നമ്മൾ മെയിൻ ആയിട്ട് ബേസിക് ആയിട്ട് എല്ലാവരും ഫസ്റ്റ് തുടങ്ങുന്ന സാധനം എന്ന് പറയുന്നത് കീ ചെയിൻ ഉണ്ടാക്കാണ്. ഞാൻ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ കാണിച്ചിട്ട് ഞാൻ അക്കൗണ്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചിന് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. സ്ക്രീൻ നോക്കിയോളി. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇതാണ്. കാണുന്നില്ലേ സ്ക്രീന്? കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്ന സാധനമാണ് കീ ചെയിൻ എന്ന് പറയുന്നത്. കീ ചെയിൻ ആണ് നമ്മൾ ഫസ്റ്റ്, ഇപ്പൊ ഞാനായാലും റെസിനാർട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തത് കീ ചെയിൻ ആണ്. ആ കീ ചെയിൻ നമുക്ക് തന്നെ പല ടൈപ്പ്, ഇത് ആൽഫബറ്റ് കീ ചെയിൻ ആണ് വരുന്നത്. നമുക്ക് ആൽഫബറ്റ് കീ ചെയിൻ നെയിം വെച്ചിട്ടോ, നെയിം വെക്കാണ്ടോ, കളേഴ്സ് ആഡ് ചെയ്തിട്ടോ, ഡിഫറെന്റ് കളേഴ്സിലോ ഫ്ലവേഴ്സ് വെച്ചിട്ടോ, അങ്ങനെ പല ടൈപ്പായിട്ട് നമുക്ക് കീ ചെയിൻ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഗിഫ്റ്റ് ചോദിക്കുന്ന ആളാണെങ്കിൽ ഈ കീ ചെയിൻ അല്ലെങ്കിൽ ഫോട്ടോ കീ ചെയിൻ അല്ലെങ്കിൽ പെൻഡന്റ്, അതൊക്കെ നമുക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ കീ ചെയിൻ തന്നെ ആൽഫബറ്റ് കീ ചെയിൻ ഉണ്ട്, വേണ്ട ആൽഫബറ്റ് കീ ചെയിൻ ഉണ്ട്. പിന്നെ ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും. ആൽഫബറ്റ് അല്ല, നമുക്ക് ആ മോൾഡ് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അച്ച് പോലത്തെ ആ മോൾഡ് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ നമ്മൾ അതിൽ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഈ ഷേപ്പ് കിട്ടും. അതന്നെ പല ഷേപ്പും വരും. നമുക്ക് മോൾഡ് നമ്മളിപ്പം റെസിനാറിന്റെ കടയിൽ അല്ലെങ്കിൽ ക്രാഫ്റ്റിന്റെ കടയിൽ പോയാലും മോൾഡ് തന്നെ നമുക്ക് പല തരത്തിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, മെത്തേഡ് പഠിച്ചു വെച്ചിട്ട് നമുക്ക് ഏത് മോൾഡിലും നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിലിപ്പോ നിങ്ങൾക്ക് ക്ലാസ്സിൽ കാണിച്ചു തരുന്നത് ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആയേ, സൗണ്ട് ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ടോ? ഇടയ്ക്കൊന്ന് പോയി ആണേ. ഓക്കെ.
അപ്പം നമ്മൾ എന്ത് ചെയ്യാ, പിന്നെ പല മോൾഡും പല ഷേപ്പിലുള്ള മോൾഡും കാര്യങ്ങളും നമുക്ക് മാർക്കറ്റിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ ഇപ്പം ഈ ക്ലാസ്സിൽ ഞാനിപ്പം കണ്ടക്ട് ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ ഏത് ബേസിൽ ചെയ്യുന്നു എന്നുള്ളതല്ല, ഞാൻ ഏതൊക്കെ മെത്തേഡ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ ആ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ബേസിലും ഇപ്പം മോൾഡ് ആയാലും MDF ആയാലും എല്ലായിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ആ മെത്തേഡ്സ് നോക്കി വെച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് മോൾഡും കാര്യങ്ങളെല്ലാം മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മെത്തേഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ മെത്തേഡ്സ് പഠിച്ചാൽ എല്ലാ തരം സാധനങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം പറഞ്ഞ പോലെ തന്നെ ആൽഫബറ്റ് കീ ചെയിൻ ഉണ്ട്, പിന്നെ നമുക്ക് റൗണ്ട് കീ ചെയിൻ ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പ് കീ ചെയിൻ ചെയ്യാം, ഫോട്ടോ കീ ചെയിൻ ചെയ്യാം. ഈ ഫോട്ടോ കീ ചെയിൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഫോട്ടോസ് നമ്മളിപ്പോ റെസിനിലേക്ക് പിഗ്മെന്റ് നേരത്തെ കളർ ആഡ് ചെയ്യുന്ന പോലെ തന്നെ റെസിനിലേക്ക് നമ്മൾ ഏതൊരു സാധനം ആഡ് ചെയ്യുന്ന സമയത്തും ബബിൾസ് ഫോം ചെയ്യാനും അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ആ ബബിൾസ് എങ്ങനെ കളയണോ എന്നുള്ളത്, ബബിൾസ് വരാണ്ട് നമുക്ക് എങ്ങനെ മിക്സ് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പഠിക്കാനുണ്ട്. പിന്നെ ഫോട്ടോസ് ആഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഫോട്ടോസ് ആഡ് ചെയ്യുക, കാരണം നമുക്ക് നോർമലി നമ്മൾ എടുക്കുന്ന ഫോട്ടോ നമ്മൾ റെസിനിലേക്ക് വെച്ചാൽ നമ്മൾ നോർമൽ ഇപ്പൊ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതിലേക്ക് ഒരു വെള്ളം കൊണ്ടാവരാ, അത് പൊതിർന്ന് പോകുന്ന പോലെയല്ലേ ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് അതുപോലെ തന്നെയാണ് റെസിനിലേക്ക് വെച്ചാലും. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം ഏത് ഫോട്ടോ പേപ്പർ ആണ് യൂസ് ചെയ്യുക, ഏത് പ്രിന്റ് ആണ് എടുക്കേണ്ടത്, നമ്മൾ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യുന്നത്, നെയിംസ് ആഡ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ ക്ലാസ്സിൽ ആഡ് ചെയ്യുന്നുണ്ടാവും. ഇതാ ഫോട്ടോ കീ ചെയിൻ നമുക്ക് ചെയ്യാം, ഇതുപോലെ നമുക്ക് ഫ്ലവേഴ്സ് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നെയിം കീ ചെയിൻ, നെയിം അതായത് കപ്പിൾ നെയിം എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫ്രണ്ടിനെ ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരെ നെയിം വെച്ചിട്ടോ അവരെ ഫോട്ടോ വെച്ചിട്ടോ അങ്ങനെ നല്ലോണം നമുക്ക് കസ്റ്റമേഴ്സിന് അനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ് കീ ചെയിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് പെൻഡൻസ്, അതായത് മാലയില്ലേ, മാലന്റെ ലോക്കറ്റാണ് നമ്മൾ പെൻഡന്റ് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് മാലയായിട്ട് പെൻഡന്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതുപോലെ തന്നെ കപ്പിൾ നെയിം വെച്ചിട്ട്, ഫ്ലവേഴ്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ മാത്രം നെയിം വെച്ചിട്ട്, അങ്ങനെ നമുക്ക് ബെസൽ പെൻഡന്റ്, നെയിം പെൻഡന്റ്, പിന്നെ ഷേപ്പ് പെൻഡന്റ്, അങ്ങനെ പല ടൈപ്സ് പെൻഡന്റ് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കീ ചെയിൻ ആയാലും ആൽഫബറ്റ് കീ ചെയിൻ ആയാലും ഉണ്ടാവും, ഫോട്ടോ കീ ചെയിനും ഉണ്ടാവും, പിന്നെ ഷേപ്സ് ഏതൊക്കെ ഷേപ്സ് യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ ഉണ്ടാവും. പെൻഡന്റ് ആണെങ്കിൽ നമുക്ക് നോർമൽ പെൻഡന്റ് എങ്ങനെ നെയിംസ് ആഡ് ചെയ്യാം, ഫ്ലവേഴ്സ് ആഡ് ചെയ്യാം, ബെസൽ പെൻഡന്റ് അതിന്റെ മെത്തേഡ്, UV ടേപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ ആഡ് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ, നമുക്ക് എന്താ പറയുക, ഗിഫ്റ്റിംഗ് ആയിട്ട് നമുക്ക് പാർട്ട്ണർക്കോ ആനിവേഴ്സറിക്കോ അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടേബിൾ ഡെക്കോർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വേറൊരു ഓപ്ഷനാണ് ഈ നെയിം സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ നെയിം സ്റ്റാൻഡ് ഇങ്ങനെ നമുക്ക് നെയിം ആഡ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കാം. ഓക്കെ, ഇതിന്റെയൊക്കെ മെത്തേഡ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇത് നമ്മൾ ചെയ്യുന്നതിൽ തന്നെ ഒന്നുമില്ല, അതിൽ നമ്മൾ എന്തൊക്കെ ബേസ് യൂസ് ചെയ്തിട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആൽഫബറ്റ് തന്നെ വെച്ചിട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഫ്രെയിംസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ ആനിവേഴ്സറി ഫ്രെയിം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഒരു വെഡ്ഡിങ് ഫ്രെയിം ആയിട്ട് കൊടുക്കുന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രെയിംസും പല ഷേപ്പിലും നമുക്ക് അവൈലബിൾ ആണ്, പല സൈസിൽ പല ഷേപ്പിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞാൻ കാണിച്ചതൊക്കെ മോൾഡിൽ ചെയ്ത വർക്ക്സ് ആട്ടോ. ഇനി നമുക്ക് ക്ലോക്ക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ക്ലോക്ക് നമുക്ക് ഒന്നെങ്കിലും മോൾഡിൽ ചെയ്യാം. മോൾഡിൽ ചെയ്യുന്ന ക്ലോക്കും ഉണ്ട്, അല്ലാണ്ട് നമ്മൾ മെയിൻലി ചെയ്യുന്ന ക്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ MDF ബേസിൽ അല്ലെങ്കിൽ നമ്മൾ ഏക്രിലിക് ബേസിൽ മൾട്ടിവുഡ് ബേസിലൊക്കെയാണ് ചെയ്യുക. അതിന്റെ മുകളിൽ നമ്മൾ കോട്ടിംഗ് ആണ് ചെയ്യുക. അപ്പം ആ മെത്തേഡ് ഒക്കെ ഉണ്ട് കേട്ടോ, കോട്ടിങ്, കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് 2 മെത്തേഡ് ഉണ്ട്. കാസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത് മോൾഡിലും, കോട്ടിംഗ് നമ്മൾ ചെയ്യുന്നത് MDF പോലെയുള്ള മോളിലുള്ളതാണ്. അതൊക്കെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരും. എന്താണ് കോട്ടിംഗ്, എന്താണ് കാസ്റ്റിംഗ്, എന്താണ് കോട്ടിംഗ് റെസിൻ, എന്താണ് കാസ്റ്റിംഗ് റെസിൻ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ക്ലോക്ക് ചെയ്യുന്നത് നമ്മൾ MDF ബേസിലോ അല്ലെങ്കിൽ മൾട്ടിവുഡിലോ ഏക്രിലിക്കിലോ അതിലൊക്കെയാണ് നമ്മൾ ക്ലോക്ക് ചെയ്യുന്നത്. ക്ലോക്ക് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഓ ഈ മോൾഡിൽ ചെയ്യുന്നതാണോ ഈസി, അല്ലെങ്കിൽ അല്ലാണ്ട് ചെയ്യുന്നതാണോ? നമ്മൾക്ക് ചില വർക്ക് നമുക്ക് മോൾഡിൽ ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. ചിലത് നമ്മൾ ചെയ്യുന്നത് MDFലാണ് ചെയ്യുക. ഇപ്പൊ ക്ലോക്ക് ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ MDF അല്ലെങ്കിൽ മൾട്ടിവുഡ് ചെയ്യുന്നതാണ് ഈസി. മോൾഡിൽ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് റെസിൻ എടുക്കേണ്ടി വരും. കാരണം നമ്മൾ ആ ഒരു ക്ലോക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ഉറപ്പുള്ള പോലെ ചെയ്യണ്ടേ. അപ്പൊ ആ ഒരു തടിക്ക് അനുസരിച്ച് നമ്മൾ കുറെ റെസിൻ എടുക്കേണ്ടി വരും. നേരെ മറിച്ച് നമുക്ക് ക്ലോക്ക് നമ്മളിപ്പോൾ മൾട്ടിവുഡിലോ MDFലോ ചെയ്യുന്നതാണ്, ഓൾറെഡി ഒരു ബേസ് നമുക്ക് കട്ടയുള്ളത് ഉണ്ട്, അതിന്റെ മുകളിലേക്ക് നമ്മൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി.
അപ്പം ക്ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ MDF അല്ലെങ്കിൽ മൾട്ടിവുഡ് ആണ് ബെറ്റർ ഓപ്ഷൻ. അല്ലാണ്ട് പ്രിസർവേഷൻ അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ നമുക്കൊന്നെങ്കിൽ ഫ്രെയിംസോ അല്ലെങ്കിൽ മോൾഡോ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അത് നമ്മൾ എന്താണോ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ബേസ് ചൂസ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. ഓക്കെ ഓക്കെ. ഓക്കെ. ഇനി നമ്മൾ പ്രിസർവേഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബേബീസിന്റെ സാധനങ്ങൾ ഇപ്പം എനിക്കൊക്കെ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന ഓർഡർ എന്ന് പറയുന്നത് ഫ്ലവർ പ്രിസർവേഷനും ബേബി കീപ്സേക്ക് പ്രിസർവേഷൻ ആണ്. അവർ അമ്പലിക്കൽ കോഡ് പിന്നെ ബേബീസിന്റെ ഫോട്ടോ, പാരന്റ്സിന്റെ ഫോട്ടോയുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണോ നമുക്ക് പ്രിസർവ് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് ബേബീസിന്റെ പ്രിസർവേഷൻ ചെയ്യാം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സി തീം അങ്ങനത്തെ ആ സി തീം എങ്ങനെയാ ആക്കണ്ടേന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ, എങ്ങനെയാണ് സി തീം ആക്കണ്ടേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ബേബീസ് ചെയ്യാം. ഇനി ഫ്ലവർ പ്രിസർവേഷൻ ആണെങ്കിൽ നമുക്ക് ഡീപ് കാസ്റ്റ് വരുന്നുണ്ട്, സെമി ഡീപ് കാസ്റ്റ് വരുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഫ്ലവേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം, ഫ്ലവേഴ്സ് ആഡ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാനുണ്ട്, എന്തൊക്കെ സ്റ്റിക്കേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം, സ്റ്റിക്കേഴ്സ് എവിടുന്നാ കിട്ടുക, അതിന്റെ വെണ്ടർ ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ഇതായിട്ടുള്ളതാണ് നമ്മൾ ഫ്ലവർ പ്രിസർവേഷൻ. അതിന്റെ ഒരു ക്ലാസ്സും ഉണ്ട്. പിന്നെ വരുന്നതാണ് ജിയോ ഡാട്ട് എന്ന് പറയുന്നത്. ജിയോ ഡാട്ട് ആണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ വാൾ ഡെക്കർ ആയിട്ട് യൂസ് ചെയ്യാൻ, വാളിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ജിയോ ഡാട്ട് എന്ന് പറയുന്നത്. അതായത് ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് ഡ്രസ്സിന് നമ്മൾ എടുത്തിട്ട് കുറെ സ്റ്റോൺസും കാര്യങ്ങളും വെച്ച് നമ്മൾ ഗോൾഡൻ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു പാറ്റേണിൽ നമ്മൾ ചെയ്യുന്നതാണ് ജിയോ ഡാട്ട് എന്ന് പറയുന്നത്. നമുക്ക് വാൾ ഹാങ്ങിങ്ങിലോ ഇപ്പം നിങ്ങൾ ആയത്തുൽ കുർസിന്റെ ബോർഡ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാണുന്നുണ്ടാവും. അതിനൊക്കെ നമുക്ക് സൈഡിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ജിയോ ഡാട്ട് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ജിയോ ഡാട്ട് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോൾഡ് ഇതുപോലെ ഇതാണ് ആൽഫബറ്റ് മോൾഡ് വരുന്നത്, ഇതാണ് നമ്മളെ നോർമൽ ഒരു ഫ്രെയിമിന്റെ മോൾഡ് വരുന്നത്. അതിങ്ങനെ ഡിഫറെന്റ് മോൾഡിലാണ് നമ്മൾ റെസിൻ ആർട്ട് ചെയ്യണത്. ഓക്കെ, ഇതിന്റെ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആട്ടോ നമ്മൾ വർക്ക്ഷോപ്പിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് എല്ലാം നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണോ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനത്തെ എല്ലാം, ഏതൊക്കെ മെത്തേഡ്സ്, അതിന്റെ ബബിൾസിന്റെ റിമൂവൽ, അതിന്റെ റെസൻസ്, അതിന്റെ ബ്രാൻഡ് കാര്യങ്ങൾ, വെണ്ടർ ഡീറ്റെയിൽസ് എവിടുന്നൊക്കെയാണ് വാങ്ങിക്കുക, അങ്ങനെ എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് നിങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ് നിങ്ങൾ എന്തൊക്കെയാണോ റെസിനെ കുറിച്ച് അറിയേണ്ടത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാനൊക്കെ റെസിൻ ആർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. എനിക്ക് എവിടുന്നും അതായത് ആ സമയത്ത് ഒരു യൂട്യൂബ് വീഡിയോസോ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോസോ ഒന്നുമില്ല. ആ സമയത്ത് ഒന്നും ഇല്ലാത്ത സമയത്താണ് ഞാൻ ഇത് തുടങ്ങിയിട്ടുള്ളത്. അപ്പം എന്താ പറയാ, ഞാൻ പറഞ്ഞുതരാം. ഒന്നും ഇല്ലാത്ത സമയത്താണ് ഞാൻ ഈ റെസിൻ ആർട്ട് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞ പോലെയാണ്. ഓരോന്ന് ചെയ്ത് നോക്കി ചിലപ്പോൾ അങ്ങോട്ട് ഇതാവും, ഇപ്പം അങ്ങോട്ട് ഇത് കൊളാവും, ചില ഇത് പോവും, കുറെ റെസിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്ത് പഠിച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ന് പറയുന്ന ഇപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് റെസിൻ ആർട്ട് ഇതൊക്കെ ഇപ്പൊ ഒരുപാട് വർക്ക്ഷോപ്സ് ഉണ്ട്. നമ്മളായാലും എല്ലാം ഓരോ A to Z കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം എന്താ ചെയ്യാ, റെസിൻ ആർട്ട് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റെസിന്റെ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ആയിരിക്കും. പിന്നെ ബിസിനസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ബിസിനസ്, ഇപ്പൊ റെസിൻ ആർട്ട് എന്നല്ല, എന്ത് ബിസിനസ് നിങ്ങൾ തുടങ്ങുകയാണെങ്കിലും ഫസ്റ്റ് മനസ്സിൽ നമ്മൾ കൊടുക്കുക ഒരു സ്ലോ പ്രോസസ് ആയിരിക്കും. കാരണം അത് മെല്ലനെ മാത്രമേ നമുക്കത് സക്സസിലോട്ട് എത്തൂ. ചിലപ്പം എല്ലാവരും നല്ല, ചിലപ്പം എന്താ പറയാ, പെട്ടെന്നൊരു റീല് നമ്മളിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് വൈറലായി നമുക്ക് കുറെ ഓർഡേഴ്സ് കിട്ടും, അങ്ങനെയുണ്ട്. പക്ഷെ നമ്മൾ അവരെ നോക്കിയിട്ടല്ല അവർക്ക് ഇത്രപാട് ഓർഡർ കിട്ടി നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. എല്ലാവർക്കും പഠിച്ചോ, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സക്സസ് പഠിച്ചോ തരുത്തല്ലേ. ഏത് കാര്യത്തിലായാലും, ബിസിനസ് ഒന്നല്ല, ഏത് കാര്യത്തിലായിരിക്കും ചില ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടും, ചില ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടൂല. നമ്മൾ എന്താ ചെയ്യാ, നമ്മളിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകുക, നമ്മൾ എന്തിനാണ് ബിസിനസ് തുടങ്ങിയത്. ഇപ്പൊ നമ്മൾ സെൽഫ് ഇൻഡിപെൻഡന്റ് ആവാൻ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാനായാലും എന്തിനായാലും. ഇപ്പൊ ഞാൻ സ്റ്റുഡന്റ് ആണ്, അപ്പം ഞാനിപ്പോ കോഴിക്കോട്, ഇപ്പൊ കണ്ണൂരാണ് എന്റെ വീട്, കോഴിക്കോടാണ് ഞാൻ പഠിക്കണത്. അപ്പൊ അവിടുന്ന് ഒന്നുമില്ല, ഞാൻ എന്റെ എല്ലാ ചെലവ് എനിക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നല്ല. പക്ഷെ എന്താ പറയാ, നമ്മൾ എന്താ വിചാരിക്കുക, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ
ഉപ്പനെയും ഉമ്മനെയും എടുങ്ങേറാക്കാണ്ട്, അല്ലെങ്കിൽ അവർക്ക് എടുങ്ങേറ് അങ്ങനെയല്ല, പക്ഷെ അവരെ അത്രയെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഭയങ്കര സംഭവം അല്ലേ. അപ്പം എനിക്ക് കോഴിക്കോട് പോകുന്ന സമയത്ത് എനിക്ക് എന്റേതായ ചെലവുകളും കാര്യങ്ങളും നോക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് അൽഹംദുലില്ലാ ഈ ഒരു ബിസിനസ് തുടങ്ങിക്കൊണ്ട് തന്നെയാണ്. അപ്പം ബിസിനസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പൈസ അല്ലെങ്കിൽ പ്രോഫിറ്റ് എല്ലാം മാത്രമല്ല, കാരണം നമുക്ക് നമ്മളോട് തന്നെ ഒരു വാല്യൂ തോന്നുന്ന ഒരു സംഭവമാണ്. ഞാൻ ഈ പറയുന്ന പോലെ ഭയങ്കര എന്താ പറയാ, ഒതുങ്ങി നിന്ന് സംസാരം മാത്രമേ എനിക്കുള്ളൂ, പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിലും ഒതുങ്ങി നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഞാനിപ്പം ഒന്നുമില്ല നിങ്ങളെ മുന്നിൽ എങ്കിലും ഞാനിപ്പോ ഒരു ക്ലാസ് എടുക്കുന്ന രീതിയിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാഷാഅല്ലാ ഈ ഒരു ബിസിനസ് കൊണ്ട് തന്നെയാണ്. ഇപ്പം എന്റെ കോളേജിലായാലും എന്താ പറയാ, വ്യൂമൻസ് ഡേക്കൊക്കെ എന്നെ വിളിച്ചിട്ടാണ് ഒരു ഇൻസ്പിറേഷൻ പോലെ എന്നോട് സ്പീച്ച്. ഞാൻ അങ്ങനെ സ്റ്റേജ് ഫിയർ ഒക്കെ ഭയങ്കര ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ. എന്റെ കൂടെ പഠിക്കുന്നവരായാലും എന്റെ സീനിയേഴ്സ് ആയാലും എന്റെ ജൂനിയേഴ്സിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടി പറ്റതൊക്കെ ഈ ബിസിനസ് തുടങ്ങിയതിന് ശേഷം തന്നെയാണ്. ഒന്നും വേണ്ട, നമ്മളിപ്പം എന്തെങ്കിലും ഒരു പരിപാടിക്ക് നമ്മള് ഫാമിലി ഫംഗ്ഷന് പോകുന്ന സമയത്ത് എന്റെ മോൾ അതാക്കും എന്റെ മോൾ ഇതാക്കും എന്ന് പറയുന്ന കേൾക്കാൻ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു വർക്ക് നമ്മളെ വീട്ടിൽ ചെയ്ത് വെച്ചെന്ന് വിചാരിക്കും. ഇപ്പൊ റെസന്റ് തന്നെ ആയത്തെ കുറിച്ചിന്റെ ഒരു വർക്ക് ഞാൻ വീട്ടിൽ ചെയ്ത് വെച്ചാല് ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോ ഉപ്പ പറയും എന്റെ മോള് ചെയ്തതാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു സാധനം നമുക്ക് കിട്ടും. അതൊക്കെ കിട്ടിയത് ഈ ബിസിനസ് തുടങ്ങിയതിന് ശേഷമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാ, ഇത് നല്ല റെസനായിട്ട് എന്നല്ല, ഏത് ബിസിനസ്സും നമുക്ക് തുടങ്ങാൻ വേണ്ടി പറ്റുന്നത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. പിന്നെ എനിക്ക് എന്റേതായ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഉമ്മാക്ക് ഉപ്പാക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പൊ പോയാൽ നമുക്കെല്ലാം ആഗ്രഹം ഉണ്ടാവില്ല, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ കൂട്ടി പോയി അല്ലെങ്കിൽ ഒരു 100 രൂപയെങ്കിൽ 100 രൂപ ഓരോ കൈമിൽ കൊടുക്കാൻ വേണ്ടി പറ്റാന്നുള്ളത് തന്നെ ഭയങ്കര ഒരു സംഭവമാണ്. പിന്നെ ഞാൻ ഈ വർക്ക്ഷോപ്പ് നടത്തിയ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, വർക്ക്ഷോപ്പ് നടത്തിയ ഒരാള് എനിക്ക് ഒരു ദിവസം മെസ്സേജ്, വലിയ താത്തയാണ്, മീൻസ് കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചതാണ്, അതായത് ഒരു ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറിയോ വരുന്ന സമയത്ത് ഒരു ഗിഫ്റ്റ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം. മെയിൻലി നമ്മളാണല്ലോ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. അപ്പം അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്തിട്ട് വേണം ഹസ്ബൻഡിന്റെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ. അപ്പൊ ആ ഒരു സംഭവം ഉണ്ടാവല്ലോ. അപ്പൊ എനിക്ക് ഫസ്റ്റ് അന്ന് മെസ്സേജ് അയച്ചിട്ട് എന്നോട് കരഞ്ഞു പറഞ്ഞൊരു സാധനമാണ്, എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയ പൈസ അല്ലെങ്കിൽ ഞാൻ ഏൺ ചെയ്തിരുന്നെങ്കിൽ എന്റെ ഹസ്ബൻഡിന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പറ്റി. അത് ചിലപ്പം ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അത് അത്രയും സന്തോഷത്തോടെ, മോളെ പ്രായം ഞാനുള്ളൂ, അപ്പൊ ഒരു മോളെന്ന് വിളിച്ചിട്ട് എന്നോട് വന്ന് പറഞ്ഞപ്പോ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ലൈഫിലും ഒരു മാറ്റം, ചെറിയൊരു മാറ്റങ്ങൾ എനിക്ക് കൊണ്ട് വരാൻ വേണ്ടി പറ്റിയത് എനിക്ക് അത്രയും സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം എല്ലാവരും വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യുക. രസനായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളെ ത്രൂ ഔട്ട് നമ്മൾ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ കാര്യങ്ങളും പറഞ്ഞത്, എന്ത് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാം. എന്തുണ്ടെങ്കിലും എനിക്ക് ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള സാധനം ഞാനിപ്പോൾ മെഷറൻസ് തരാം. എൻ്റെ കയ്യിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ അധിക സ്റ്റുഡൻറ്റ് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് ഞാനിപ്പം കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. മീൻസ് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടാണ് ഇപ്പം എല്ലാവരും ഉള്ളത്. ഇപ്പം എൻ്റെ ഏജ്ഡ് ആയിട്ടുള്ള ആളാണോ അല്ലാണ്ട് ഒക്കെ വന്നിട്ട് എന്നെ മാം എന്നൊക്കെ വിളിക്കുമ്പോൾ എന്നെക്കാളും മൂത്ത ആൾക്കാരാകുമ്പോൾ എനിക്ക് ഇങ്ങനെ എന്തോ പോലെ ആവും. പക്ഷെ ഒരു സ്നേഹത്തിന്റെ പുറത്ത് വന്നിട്ടൊക്കെ ആയിരിക്കും എന്നോട് വന്ന് സംസാരിക്കണേ. ഇപ്പം എന്റെ ഉമ്മന്റെ പ്രായമുള്ളവരുണ്ട്, എന്റെ പ്രായമുള്ള മക്കളുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ വന്നിട്ട് സന്തോഷം പറയുന്ന സമയത്ത് എനിക്ക് അൽഹംദുലില്ലാ മാഷാഅല്ലാ ഭയങ്കര സന്തോഷമാണ്. അപ്പം ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ആയിരിക്കും നമ്മൾ വർക്ക്ഷോപ്പിൽ ആഡ് ചെയ്യുന്നുണ്ടാവുക. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? മാം, ഇത് എത്ര ദിവസത്തെ വർക്ക്ഷോപ്പ് ആയിരിക്കും? 1 month. 1 month. ഓക്കെ. എത്ര അവേഴ്സ് ക്ലാസ് ആയിരിക്കും? 1 hour ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മള് വീക്ക്ലി 2 days ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഈ 1 month കൊണ്ട് നമുക്ക് ആ ക്ലോക്ക് എല്ലാം ആക്കാൻ പറ്റുമായിരിക്കല്ലേ, പഠിക്കാൻ പറ്റുമായിരിക്കല്ലേ? എല്ലാം പഠിപ്പിച്ചു തരാം, ഒന്നും പഠിക്കണ്ട. എല്ലാം ചെയ്തിട്ടുള്ള ക്ലാസ്. എന്റെ കുറെ കാലത്ത് ആഗ്രഹമാണ് ആ ക്ലോക്ക് എല്ലാം ആക്കിയിരിക്കണ വീട്ടിൽ വെക്കണോ, ഓരോക്കെ ഗിഫ്റ്റ് ചെയ്യണത്. ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു മുബാരിക് മോളെ. അൽഹംദുലില്ലാ. ഹാർട്ട് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത്. അത് തന്നെ ഇവിടെയുള്ള മറ്റുള്ളവർക്കും അത് ഫീൽ ആയിട്ടുണ്ടാവും. നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം, ആത്മാർത്ഥമായിട്ടുള്ള ടീച്ചിങ് കൊടുക്കുന്നത് ആരാണോ അവരുടെ ആ ഒരു ഹൃദയത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി എന്തായാലും മറ്റുള്ളവരിലേക്കും എത്തുക തന്നെ ചെയ്യും. ജോയിൻ ആകാൻ ആഗ്രഹിക്കുന്നവര് ഇന്നോ നാളെയോ ആയിട്ട് ജോയിൻ ആവുക, പേര് രജിസ്റ്റർ ചെയ്യുക. നിങ്ങള് പൈസയെ കുറിച്ച് സ്കിൽ ഡെവലപ്മെന്റിന്റെ സമയത്ത്
ഒരിക്കലും നിങ്ങൾ ആരും പൈസയെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. എന്താ കാരണം എന്ന് വെച്ചാല് നമ്മൾ കൊടുക്കുന്ന ഇപ്പം എല്ലാവരും ചെയ്യുന്ന ഒരു ചെറിയൊരു ഇത് പറയാണ്. നമ്മളിപ്പം വീട്ടിലൊരു ഇലക്ട്രിസിറ്റി അല്ലെ, ഇലക്ട്രിസിറ്റി നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചു തന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഉപകാരം എന്താണ്? നമുക്ക് ഇത് രാത്രിയിൽ മുഴുവനും വെളിച്ചമുണ്ട്, രാത്രി കിടന്നുറങ്ങാൻ സമാധാനത്തിൽ ഉറങ്ങാൻ ഫാൻ ഇടാൻ പറ്റുന്നുണ്ട്, AC ഇടാൻ പറ്റുന്നുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ആ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് അല്ലെ. വെള്ളം ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. പക്ഷെ ഉണ്ടല്ലോ, നമുക്ക് ഒരു ഇലക്ട്രിസിറ്റിന്റെ ബില്ല് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാ പറയാ, പിന്നെ പിന്നെ ഗവൺമെന്റ് അങ്ങനെ പിന്നെ വില കൂട്ടിയതാണ്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ചിട്ടാണ്, അവരുപയോഗിച്ചിട്ടാണ്, ഇവരുപയോഗിച്ചിട്ടാണ്, നമ്മൾ വീട്ടിലുള്ളവരെ മുഴുവൻ ചീത്ത പറയും. നമ്മള് പിന്നെ അത് റീഡിങ്ങിന് എടുക്കാൻ വന്ന ആളെ ചീത്ത പറയും, റീഡിങ് എടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് പറയും. പലരും ഇതിനെ കുറ്റം പറയുന്നവരാണ് അല്ലെ. പക്ഷെ നമുക്ക് കിട്ടിയ ആ ഒരു അനുഗ്രഹത്തിനല്ലേ നമ്മൾ ആ വാല്യൂവിനല്ലേ കൊടുക്കുന്നത്. ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ആ ഒരു വെള്ളം നമുക്ക് എല്ലാ ദിവസവും മോട്ടർ ഇടാൻ കഴിയുമായിരുന്നില്ലെങ്കിൽ, നമ്മൾ അനുഭവിക്കാമായിരുന്ന എത്രയോ വലിയ പ്രശ്നങ്ങളെയാണ് ആ ഒരു ഇലക്ട്രിസിറ്റി നമുക്ക് നീക്കി തന്നത് അല്ലെ. എന്നിട്ട് നമ്മൾ അത് കൊടുക്കുമ്പോൾ നമ്മൾ അതിനൊരു വാല്യൂ ഇല്ലാതെ നമ്മൾ അതിനെ രാഗിക്കൊണ്ടാണ് നമ്മൾ ആ പൈസ കൊടുക്കുന്നത്. പിന്നെ എങ്ങനെയാണ് പണത്തിന് നമ്മളടുത്തേക്ക് ആ സന്തോഷത്തോട് കൂടി തിരിച്ചു മടങ്ങാൻ കഴിയുക? നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കുഞ്ഞു മിസ്റ്റേക്സ് ആണ് ഈ പറഞ്ഞത്. നമ്മുടെ ലൈഫിൽ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യം, നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് വാല്യൂ കൽപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സ്കിൽ ഡെവലപ്മെന്റിന് നമ്മൾ എത്ര പൈസ ചെലവാക്കിയാലും അത് ഉറപ്പ് തരാൻ പറ്റും. അത് നമ്മൾ ആ തൃപ്തിയോട് കൂടിയിട്ടാണ് ചെലവാക്കിയതെന്നുണ്ടെങ്കിൽ അതിനേക്കാളും തൃപ്തിയോട് കൂടിയിട്ട് അത് നമ്മളിലേക്ക് വേറൊരു ലെവലിൽ നമുക്ക് മടങ്ങി വരും. ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഫ്രീ ക്ലാസ്സുകളിൽ മാത്രം ജോയിൻ ചെയ്യുന്ന ആളുകൾ, ഫ്രീയിൽ മാത്രം ജോയിൻ ചെയ്യുന്നവര്, അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് വട്ടപൂജയായിരിക്കും. അവരുടെ ക്വാളിറ്റി ഓഫ് വർക്ക്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അവർ എന്താണോ അതിൽ നിന്ന് നേടിയെടുത്തത് അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രയും താഴ്ന്ന ലെവലിലുള്ള ക്വാളിറ്റി ആയിരിക്കും. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും പ്രൊഫഷണൽ ലെവലിൽ, ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ഹയസ്റ്റ് ലെവലിലായിരിക്കണം സ്കില്ല് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കും. ഒരു മിസ്റ്റേക്കും കൂടാതെ നമുക്ക് മറ്റൊരാൾക്ക് അത് ഡെലിവർ ചെയ്യാൻ പറ്റും. അത് കൂടാതെ നമുക്ക് അതിനെ ഏൺ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് അത് മാറുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം. ചെയ്യുന്നത് പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നതും പെർഫെക്റ്റ് ആയിരിക്കണം, വാങ്ങുന്നതും പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നാളെ നിങ്ങളിലേക്ക് തിരിച്ചു മടങ്ങേണ്ട ഒരു ഹയറായിട്ടുള്ള ഒരു മെത്തേഡ് ആണെന്ന് നമ്മൾ മനസ്സിൽ വാല്യൂ ചെയ്തിട്ട് ആ വാല്യൂവിന് പൈസ കൊടുക്കുക. വാല്യൂവിനായിരിക്കണം നിങ്ങൾ പൈസ കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ അതിന്റെ എണ്ണിച്ചുട്ട് നോക്കി നടക്കുന്ന ആളുകളാണ്. അവരെന്നും ആ ലെവലിൽ തന്നെ ആയിരിക്കും. അവർക്ക് ഒരിക്കലും ഉയർന്ന് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പം ഈ മോള് പറഞ്ഞത്, അവര് അതിനെ പാഷനായിട്ട് എടുത്തത് കൊണ്ടാണ് അവർക്ക് ആ പാഷന്റെ ആൻസർ ആണ് അവർ ആ പറയുന്നത്. അവര് വന്ന് പഠിച്ചപ്പോ എനിക്ക് സന്തോഷമായി, അവര് വന്ന് എന്നോട് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വാല്യൂ ആയി, എന്റെ മാതാപിതാക്കൾ എന്നെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വാല്യൂ വന്നു. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പണത്തിനേക്കാളും മുകളിലാണ് ബന്ധങ്ങളെയും സ്നേഹത്തിനെയും വാല്യൂ കൽപ്പിച്ചത്. ആ വാല്യൂ ആണ് നമ്മൾ അതിൽ കൂടെ കണ്ടത്. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യണം? നിങ്ങൾ വാല്യൂ ചെയ്യുന്ന എന്തിനെയാണെന്ന് നിങ്ങൾ ഇന്ന് പോയിട്ട് ചിന്തിച്ചു നോക്കണം. നമ്മൾ എന്തിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്നത്? ആ വാല്യൂ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത് മാത്രമല്ല കേട്ടോ, ഏത് സ്കിൽസ് ആണെങ്കിലും നിങ്ങൾക്ക് പാഷനായിട്ട് വരാവുന്ന സ്കിൽസ് എന്തൊക്കെയുണ്ടോ ആ സ്കിൽസിലേക്ക് നിങ്ങൾ പോകണം. ആ സ്കില്ലിനെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ഏറ്റെടുക്കണം. അത് നിങ്ങളിലേക്ക് തിരിച്ചൊരു ദിവസം മടങ്ങി വരിക തന്നെ ചെയ്യും. ഓക്കെ, ഇതെല്ലാവരും മനസ്സിലാക്കുക. എല്ലാവരും അതിനനുസരിച്ച് ജോയിൻ ആവാൻ ആഗ്രഹിക്കുന്നവര് ജോയിൻ ആവുക. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈറല്ലാഹു മുബാരിക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പം ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യും, ഫോർമാറ്റ് അയച്ചുതരും എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത്. ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ ക്ലാസ് സാറ്റർഡേ ഈവനിങ്ങിലല്ലേ ക്ലാസ് ഉണ്ടാവുക? എല്ലാ ഈവനിങ്ങിലും, സാറ്റർഡേ ഓർ സൺഡേ? ഈവനിങ് ആയിരിക്കും. അപ്പൊ സാറ്റർഡേ ഓർ സൺഡേ ഈവനിങ്ങിൽ എല്ലാ വീക്കിലും ആയിട്ട് ക്ലാസ് ആയിരിക്കും. അപ്പം ഒരു മാസം കൊണ്ട് നമ്മൾ അത് കവർ ചെയ്യും. ഓക്കെ, കാരണം റമദാൻ വരുന്നതിന് മുമ്പ് എന്തായാലും നമ്മളിത് ക്ലാസ് വൈൻഡപ്പ് ആക്കും. അപ്പം നിങ്ങൾക്ക് ഒരു റമദാന് ആ ഒരു സന്തോഷത്തോട് കൂടി ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ആവുക. നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള ബന്ധുക്കളിലുള്ളവർക്കും
നിങ്ങൾ അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സ്ത്രീകൾക്കൊക്കെ ഞാൻ ഏറ്റവും ആദ്യം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്ത്രീകളുണ്ടല്ലോ ഭയങ്കരമായിട്ട് പ്രശ്നത്തിലും പ്രയാസത്തിലും ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്നുഴയ്ക്കുന്ന സ്ത്രീകളുണ്ട് ഒരുപാട് ആളുകൾ. സ്ത്രീകളില് ഒരുപാട് ആളുകൾ പ്രശ്നത്തിലാണ്, പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, ഭർത്താവിന് ജോലി ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെ. സ്വന്തം കഴിവിനെ ഒന്ന് ഉയർത്തിയാല് തീരാവുന്ന ഒരു വിഷയം, ഒരു ചെറിയൊരു വിഷയമാണ്. നമ്മള് സ്വയം ഒന്ന് ഉയരാൻ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാല് തീരാവുന്ന ഒരു കുഞ്ഞു വിഷയത്തിനെ കാലങ്ങളോളം പർവ്വതീകരിച്ച് കൊണ്ട് നടക്കുന്ന സ്ത്രീകളാണ് നമുക്ക് ചുറ്റുള്ളത്. ഭർത്താവ് കടത്തിലാണ്, വീട്ടില് കടത്തിലാണ്, വീടില്ല, അതില്ല. അവരൊന്ന് ഉയർന്ന് ചിന്തിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുമോ, എനിക്ക് എന്തെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ? ഒന്നും വേണ്ട, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ടീച്ചിങ് ചെയ്യാൻ പറ്റുന്ന എത്രയോ മേഖലകൾ ഇന്ന് ഓൺലൈനിലുണ്ട്. എന്നാലും വീട്ടിലിരുന്നു കൊണ്ട് വെറുതെ സംസാരിച്ച് സമയം കളയുന്ന ആളുകളാണ് ഇന്ന് ഒട്ടുമിക്ക സ്ത്രീകളുള്ളത്. അവരവരുടെ കഴിവുകളെ മനസ്സിലാക്കി വേഗതയിൽ കാര്യങ്ങൾ കണ്ടെത്തി അതിലൂടെ മുന്നേറാൻ ഇന്നും സ്ത്രീകൾക്ക് മടിയാണ്. മടി കൊണ്ടാണ്, മടി മാത്രമാണ് കേട്ടോ, മടി മാത്രമാണ് അവരെ ഇതിൽ നിന്ന് തടയുന്നത്. ആ മടി കൊണ്ടാണ്. സമയം ഉണ്ടാവില്ല, കുട്ടികളെ നോക്കുന്നതുകൊണ്ട് സമയം ഉണ്ടാവില്ല, അതുകൊണ്ട് സമയമില്ല, ഇതുകൊണ്ട് വെറുതെ പറയുന്നത്. അവർക്ക് ഒരു കല്യാണം വന്ന് നോക്കട്ടെ, ഒരു വീട്ടിലൊരു കല്യാണം വന്ന് നോക്കട്ടെ, അവർ ഒരു മാസം മുഴുവൻ അതിന് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്യും. അപ്പൊ കുട്ടികളെ സ്കൂളിൽ പ്രശ്നമില്ല, കുട്ടികൾക്ക് അത് പ്രശ്നമില്ല, അവിടെ പ്രശ്നമില്ല, ഇവിടെ പ്രശ്നമില്ല, പൈസ പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. അപ്പൊ അവർക്ക് എല്ലാത്തിനുള്ള കഴിവുണ്ടാവും, എല്ലാത്തിനുള്ള സമയം ഉണ്ടാവും, എല്ലാത്തിനും പൈസ ചെലവാക്കും. വീട്ടിലെ കല്യാണത്തിന് 3 ദിവസത്തേക്ക് ഡ്രസ്സ്, 4 ദിവസത്തേക്ക് ഡ്രസ്സ്, ആ ആ കോഡ് ഈ കോഡ്, അതിനൊക്കെ പൈസ ചെലവാക്കും അവര്. പക്ഷെ സ്വയം ഒന്ന് ഉയരാന് അപ്പൊ അവർക്ക് സമയമില്ല, അവർക്ക് പൈസ ഇല്ല, അവർക്ക് അതിനുള്ള നോളജ് ഇല്ല, അവർക്ക് ഒന്നുമില്ല. അതൊക്കെ ഒന്നുമില്ല. പക്ഷെ ഒരു കല്യാണ മാമാങ്കം അത് അടിപൊളിയായിരിക്കും അവർക്ക് അതിലൊരു പ്രശ്നവും ഇല്ല. അത് എവിടുന്ന പൈസ വരണമെന്നൊന്നും അത് ആരും ചോദിക്കാൻ പാടില്ല. അത് 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 ചെയ്തേ മതിയാവൂ. അത് ഡ്രസ്സ് എങ്ങനെയായാലും അത് വേണം. അപ്പൊ അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. വസ്ത്രം, ഒരു വീട്ടിലേക്ക് ഒരു വസ്ത്രം, ഒരു കല്യാണത്തിന് വേണ്ടുന്ന ഒരു വസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് തന്നെ ഒരു 15,000 20,000 വസ്ത്രം വേണ്ടി വരും. അത് എന്തിനാ? ഒരൊറ്റ ദിവസത്തെ ഒരു പരിപാടിക്കാണ്. ഒരൊറ്റ ദിവസത്തെ ഒരു പരിപാടിയാണ് അവർ അത്രയും കെങ്കേമാക്കുന്നത്. എന്നാൽ ഒരു ലൈഫ് ലോങ് ഒരു സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവരോട് ഒരു കുറച്ച് പൈസ, ഒരു 3,000 4,000 ചെലവാക്കാൻ പറഞ്ഞാല് അവർക്ക് അത് പറ്റില്ല. ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് ചെലവാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെ ഫ്രീ കോഴ്സ് ഉണ്ടെന്ന് തെരഞ്ഞു നടക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുള്ളത്. ഓക്കെ, ഇതൊരു നോർമലായിട്ട് എല്ലാവരിലും കണ്ടുവരുന്ന ഒരു ഇതാണ്. നമ്മളെ ഉയർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരും ഒന്നും ഉയർത്താണ്ടാവില്ല. ഓക്കെ, അള്ളാഹ്ക്ക് നമുക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ഖുർആനിലൂടെ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. നമ്മളെ കൊണ്ടുവന്ന് സ്ക്രൂട്ട് ചാവിയിട്ട് നമ്മളെ നിർത്തി അത് പാരായണം ചെയ്യിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് പറ്റൂല. അത് നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് നമ്മൾ തന്നെ അത് സമയം കണ്ടെത്തി നമ്മൾ തന്നെ പഠിച്ചു വന്നാലേ ഖുർആൻ പാരായണം നമുക്ക് ഇതാവുള്ളൂ. അതിന് നമ്മൾ തന്നെ എഫേർട്ട് എടുക്കണം. അപ്പൊ ഇതും അതുപോലെ തന്നെ ഒരു എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. എഫേർട്ട്ലെസ് ആയിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിന്റെ ഉള്ളിൽ ഉച്ചക്കൊന്ന് കിടന്നുറങ്ങണം, രാത്രി ഒന്ന് കിടന്നുറങ്ങണം, അതിന്റെ ഇടയിൽ കുറെ നേരം ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മളെ റൂട്ടീൻ അങ്ങനെ പോകും. പിന്നെ കുട്ടികളെ കുറച്ച് ചീത്ത പറയണം. അവരെ നമ്മളെ മാതാപിതാക്കൾ ചിലപ്പം കല്യാണം കഴിപ്പിച്ചത് ഇന്ന സ്ഥലത്തേക്ക് അത്ര ബുദ്ധിമുട്ടിയ പ്രശ്നത്തിലേക്കുള്ള വീട്ടിലേക്കായി പോയി, അതിനെ പറ്റിയിട്ട് കുറെ ചർച്ചകൾ, അതിനെ കുറിച്ചിട്ട് കുറെ സംസാരങ്ങൾ. ഇത് മാത്രമാണ് ലൈഫ്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കണം, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന്. ആരാണ് കുഴപ്പക്കാര്? നമ്മളാണോ കുഴപ്പക്കാര്, അതോ നമുക്ക് ചുറ്റുണ്ടായ സാഹചര്യമാണോ കുഴപ്പക്കാര്? നമ്മളല്ലേ കുഴപ്പക്കാര്? നമ്മളാണ് കുഴപ്പക്കാര്. നമ്മുടെ കഴിവുകേടാണ് നമ്മുടെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ ഒന്നാമത്തെ കാരണം. നമ്മുടെ കഴിവുകേടിനെ നമ്മൾ മറ്റുള്ളവരിലേക്ക് ചാരിയിട്ട് നമ്മൾ സമാധാനം അടയാണ്, നമ്മൾ സമാധാനിക്കുകയാണ്, നമ്മൾ മറ്റുള്ളവരുടെ പേരിൽ ചാരി എടുത്തിട്ട്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ സ്വയം ഉയരാന് നിങ്ങൾ പരിശ്രമിക്കുക. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈർ, അല്ലാഹു മുബാരിക്. ഇതെന്നല്ല കേട്ടോ, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള മാം, പറയൂ. ഇതിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണോ, അതുപോലെ ഫീന്റെ ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ട്. ആയിക്കോട്ടെ. അതിനെ പറ്റിയാണ് പറയുന്നത്. സർട്ടിഫിക്കറ്റ് കോഴ്സ് തന്നെയാണ് ഇത്, സർട്ടിഫിക്കറ്റ് കോഴ്സ് തന്നെ ആയിരിക്കും. പിന്നെ ഇത് ഫീസിന്റെ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മോഡ്യൂൾ നിങ്ങൾക്ക് അതിന്റെ കിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാം. നമ്മളായിട്ടാണ് കിറ്റ് എല്ലാം തരുന്നത് എന്നുണ്ടെങ്കിൽ 2,500 രൂപയാണ് കിറ്റിന് വില എന്നാണ് മനസ്സിലാക്കിയത്. ഏകദേശം വരുന്നതാണ്
കാരണം നമ്മൾ പിന്നെ മെഹന്തി ഡിസൈനിന്റെ കിറ്റിന് നമ്മൾ 1500 രൂപയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അത് 2000 മുകളിലായി. പിന്നെ അത് പേയ്മെന്റും ഇതൊക്കെ കഴിഞ്ഞ് അതിന്റെ അയക്കേണ്ടത് വന്നപ്പം അപ്പൊ അതുകൊണ്ട് തന്നെ 2500 എന്തോ ആണ് അതിന്റെ റേറ്റ് വെച്ചിട്ടുള്ളത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അത് അയക്കാനുള്ള കൊറിയർ ചാർജും കൂടി അതിന്റെ ഇൻവോൾവ് ആയിരിക്കും. പിന്നെ രജിസ്ട്രേഷൻ ഗ്രൂപ്പിന്റെ രജിസ്ട്രേഷൻ ഫീസ് 500 രൂപയും പിന്നെ 1500 രൂപ നിങ്ങളുടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയാണുള്ളത്. അപ്പം നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിനെ അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സാധ്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു റെസിനാട്ടിൻ്റെത്. ഞാൻ പല ഷോപ്പുകളിലും പോയിട്ട് റെസിനാട്ടിന്റെ ഇത് കണ്ടിട്ട് ഞാൻ അവരോട് വില ചോദിച്ചിട്ടുണ്ട്. ഓരോന്ന് ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കും, ചെറിയ ക്ലോക്ക് അതൊക്കെ. അതിന്റെ വില ചോദിക്കുമ്പോൾ പറയും 4500, 5000, 6000 ഇതാണ് അതിന്റെ വില അവർ നോർമലായിട്ട് പറയാറുള്ളത്. അപ്പൊ അത്രയും ഇതുണ്ട്, അതിന് വാല്യൂ ഉണ്ട്. നമുക്ക് ചുറ്റും അതിന് വാല്യൂ ഉണ്ട്. ആ വാല്യൂവിന് നമ്മളും ആ വാല്യൂ ചെയ്ത് മുന്നേറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പരിശ്രമിക്കാവുന്ന, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് കണ്ടെത്താവുന്ന ഒരു പഠന മേഖലയാണ് ഇത്. അപ്പം നിങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലുള്ള സ്ത്രീകൾ, വീടുകളിൽ ഇങ്ങനെ ഒതുങ്ങി കൂടുന്ന സ്ത്രീകൾക്ക് കൂടി നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത്രയും പറഞ്ഞത്. നിങ്ങൾ തന്നെ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക. ഈ ഒരു 2026 നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വർഷമായിട്ട് മാറട്ടെ. കാരണം നമ്മൾ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എടുക്കും ഒരു നമ്മുടെ ലെവലിൽ നമ്മൾ അതിനെ വൈഡായിട്ട് ചിന്തിക്കാൻ. നമ്മുടെ അതിനെ ഒരു ഡ്രീം ആയിട്ട് എത്തിക്കാൻ നമുക്ക് ഒരു മിനിമം ഒരു വർഷം എടുക്കും, ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും. അപ്പൊ ആ ഒരു ഡ്രീമിലേക്ക് നിങ്ങൾ എത്തുന്നത് ചിലപ്പോൾ 2027 കാരണം ഫസ്റ്റിൽ കുറെ നിങ്ങൾ ചെയ്ത് ട്രയൽ ആൻഡ് എറർ കഴിഞ്ഞ് നിങ്ങളൊരു ഹൈ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഒരു ബിസിനസ് തന്നെയായിട്ട് മാറും. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഉയർന്ന് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പഠന മേഖലയാണ്. എല്ലാവരും ഇതിലേക്ക് വരിക. ഇതിന്റെ കൂടെ നമ്മുടെ ഗ്രൂപ്പിന്റെ കൂടെ എല്ലാവരും ഒരുമിച്ച് ചേരുക. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈർ, അല്ലാഹു മുബാരിക്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇനി ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ക്ലാസ്സിനെ പറ്റിയുള്ള എന്ത് ഡൗട്ടായാലും എന്ത് കാര്യമായാലും നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെ ആരുമില്ല, നമ്മൾ മാത്രം തന്നെയേ ഉള്ളൂ. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ നമ്മൾ റെഡിയാണ്. എന്തുണ്ടെങ്കിലും ചോദിക്കാക്കൊക്കെ ചെയ്യട്ടോ. ആരും മടിയൊന്നും വിചാരിക്കണം. നമ്മളെല്ലാം പ്രശ്നം മടിയാണ്. ഇവരെന്ത് വിചാരിക്കും എന്നുള്ള മടിയാണ് നമ്മളൊക്കെ മെയിൻ പ്രശ്നം. അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ഇവിടെ ആരും ഒന്നും വിചാരിക്കണ്ട ഒന്നുമില്ല. എന്തുണ്ടെങ്കിലും ഇപ്പം ക്ലാസ് തുടങ്ങുമ്പോൾ ആയാലും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ഒക്കെ ഇത് പ്രഗ്നന്റ് ലേഡീസിന് പറ്റൂല. പ്രഗ്നന്റ് ലേഡീസിന് പിന്നെ റെസനാട്ട് ചെയ്യരുത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കെമിക്കൽ ആയതുകൊണ്ട് അധികം ചിലപ്പം എന്തെങ്കിലും ഒരു റിയാക്ഷൻ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പം പ്രഗ്നന്റ് ലേഡീസിന് നമ്മൾ ഇത് ചെയ്യാൻ സമ്മതിക്കില്ല പൊതുവെ. മാം, ആ ഇപ്പോ 11 ഇയേഴ്സ് ചിൽഡ്രൻസിന് ഇത് പറ്റുമോ? 11 ഇയേഴ്സ് ചിൽഡ്രൻസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ പ്രിക്കോഷൻസ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഗ്ലൗസ് ആയാലും മാസ്ക് ആയാലും നല്ല കെയറോടെ ചെയ്യണം. കാരണം ചെറിയ കുട്ടികൾക്ക് എഫക്ട് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഏത് ഏജിലും നമുക്ക് ചെയ്യാം. പക്ഷെ പ്രിക്കോഷൻസ് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം. ഓക്കെ മാം. ഉമ്മാനെ ഒപ്പം വെച്ചിട്ട് ചെയ്താൽ മതി. തുടക്കല്ലേ, സ്റ്റാർട്ടിങ്ങിൽ ഉമ്മ ഒപ്പം നിന്നാ മതി. ഓക്കെ, കാരണം ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കൂളിൽ കാണുന്നുണ്ടെങ്കിലും ഒക്കെ പിന്നെ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് സ്കൂളിലൊക്കെ ഒരുപാട് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാം. കാരണം എല്ലാവരെയും നിങ്ങൾ കാണുന്നുണ്ട്, കുട്ടികളെയും ഇതൊക്കെ. അപ്പൊ നിങ്ങൾക്ക് തന്നെ കീ ചെയിൻ അങ്ങനത്തെ ഒക്കെ കുട്ടികൾക്ക് പിന്നെ ഉണ്ടാക്കി കൊടുക്കാം. അതിലൂടെ ഏൺ ചെയ്യാം. ചെറിയ ചെറിയ പൈസക്കൊക്കെ നമുക്ക് എല്ലാവർക്കും കീ ചെയിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നിങ്ങളുടെ ആ കമ്മ്യൂണിറ്റി അത്രയും ഉണ്ട് അല്ലെ. 1000-ലധികം ഉണ്ടാവും എന്തായാലും ഒരു സ്കൂളിലെ സ്ട്രെങ്ത്. അപ്പൊ അത് തന്നെ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, മോള് തുടങ്ങിക്കോ. ഓക്കെ, ഓക്കെ. ഈവൻ പാരന്റ്സ് ആയാലും നമ്മളെ കുട്ടികൾക്ക് നമ്മളിപ്പോ ഒരു കീ ചെയിൻ ആക്കിയിട്ട് നമ്മൾ ബാഗിൽ ഇട്ട് കൊടുത്ത് വിചാരിക്കുക. ഇപ്പം ചെറിയ കുട്ടികൾ മെയിൻലി നമ്മൾ ഇട്ട് കൊടുത്ത് പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് വേറെ കുട്ടികൾ കാണുമ്പോൾ അവർക്ക് അതൊരു കൗതുകമായിരിക്കും. അവർ പോയി അവരുടെ ഉമ്മനോട് പറയും. അപ്പൊ അവര് വന്നിട്ട് നിങ്ങൾക്ക് ഓർഡർ തരും. അങ്ങനെ വരാൻ നമ്മളെ ഓർഡേഴ്സ് നമുക്ക് ഒരുപാട് കിട്ടും. നമ്മളെ സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.
ഇപ്പൊ ഞാൻ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ ഹാമ്പേഴ്സിലാണ് തുടങ്ങിയത്. അപ്പം എനിക്ക് ഫസ്റ്റ് തന്നെ ഒരാൾ വന്ന് ഓർഡർ തരൂലല്ലോ. ഞാൻ ചെയ്തത് ഞാനൊരു ബോക്സ് ഉണ്ടാക്കി അതിൽ എന്റെ ഇക്കാക്കാന്റെ ഷർട്ട് എന്റെ ഇക്കാക്കാന്റെ സാധനങ്ങൾ വെച്ച് ഷർട്ട് ഹാമ്പർ എന്നുള്ളതിലാണ് ഞാൻ ഫസ്റ്റ് മാർക്കറ്റ് ചെയ്തത്. അതായത് നമ്മൾ ചെയ്യുന്നുള്ള സാധനം നമുക്ക് മാക്സിമം അവരിലേക്ക് എത്തിക്കണ്ടേ, ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കണ്ടേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ അങ്ങനത്തെ കുറച്ച് കുറുക്കുകൾ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് തുടങ്ങി. ഇപ്പൊ നമ്മളിപ്പോ റെസിനാട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഫസ്റ്റ് നമ്മളെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ ആൾക്കാരെ കണ്ട് 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 നമുക്ക് ഓർഡേഴ്സ് കിട്ടും. എങ്ങനെയാണോ നമ്മളെ വർക്ക്, നമ്മളെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കണം. നമ്മൾ ഓരോ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇൻസ്റ്റയിൽ റീൽസിന്റെ കാര്യമായാലും വാട്സാപ്പിലൂടെ സ്റ്റേറ്റസ് ആയാലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യലായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കണം ഫസ്റ്റ്. അങ്ങനെയാണ് നമുക്ക് ഓർഡേഴ്സ് കിട്ടുക. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഇപ്പൊ തന്നെ ചോദിച്ചേക്ക്. ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്നാ നമുക്ക് നിർത്താം അല്ലേ? ഓക്കെ ഓക്കെ. ഇൻഷാ അല്ലാ. അപ്പൊ ജസാക്കുമുല്ലാ ഖൈർ. പിന്നെ ഫിദ, എല്ലാവർക്കും ജസാക്കുമുല്ലാ ഖൈർ. ഗ്രൂപ്പില് ബാക്കി വിവരങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ജസാക്കുമുല്ലാ ഖൈർ. അല്ലാഹു ബാരിക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹുമ്മ അസ്സലാമു വബിഹംദിക അലൈക്കും. ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.